വാഴ 2-ല് ഇലക്ട്രീഷ്യനായിട്ടും പ്ലംബറുമായിട്ടൊക്കെ വന്നിട്ട് അവസാനം ജീവിക്കേണ്ട ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് കരയിപ്പിച്ചു പോയ ഒരു മനുഷ്യനാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ശ്രീനാഥ്, ഹായ്, നമസ്കാരം. നമസ്കാരം, താങ്ക് യു. ഫോൺ സ്റ്റാർ ജോണി സിൻസിനെ വെച്ചാണല്ലോ നമുക്ക് ആദ്യം കണക്ട് ആവുന്നത്. അതെ. എല്ലാ അഭിമുഖങ്ങളിലും ഇപ്പോൾ പോയി ജോണി സിൻസ് എന്ന് പേര് കേട്ട് തുടങ്ങിയോ? അതാണ് ആദ്യത്തെ ചോദ്യം. അല്ല, അങ്ങനെ അത്രയ്ക്ക് ഒരു ഇതല്ല വരുന്നത്. കൂടുതൽ ആൾക്കാരും സിനിമയിലെ ഡയലോഗാണ് നമ്മളോട് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. അതായത് ചേട്ടാ ആരാ, ദൈവമാണോ, അല്ലെങ്കിൽ ഒരു ജീവിതത്തിലുള്ള ചേട്ടാ എന്നൊക്കെ പറഞ്ഞാൽ ചേട്ടാ, അങ്ങനെയുള്ളൊരു ടേമാണ് കൂടുതൽ യൂസേജിൽ ആൾക്കാർ എൻ്റെ അടുത്ത് ഇതുവരെ കിട്ടിയുള്ള ഇതിൽ വരുന്നത്. പിന്നെ കുറേ പേരൊക്കെ കേരളത്തിൻ്റെ സിൻസ് അങ്ങനെയൊക്കെ പറഞ്ഞുള്ള തമാശ, അത് കുട്ടികളൊക്കെ യങ്സ്റ്റേഴ്സൊക്കെ കൂടുതൽ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഈ നമ്മൾ ആ ഒരു ഐഡിയ തന്നെയാണ് ഇത് കാസ്റ്റ് ചെയ്തതും, അല്ലെങ്കിൽ വർക്ക് ആ ഒരു ഫണ്ടിന് വേണ്ടിയിട്ടൊരു പരിപാടി ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതിലുപരി അങ്ങനെ തുടങ്ങി പിന്നെ അവസാനം എഴുതി വന്നപ്പോൾ അതിനകത്തൊരു ഇമോഷണൽ ഒരു സംഗതി കൂടെ അതിനകത്തുണ്ടായി. അതാണ് ആ സൈക്കിളിൽ വന്നിട്ട് പറയുന്ന ഒരു വിഷ്വലിനകത്ത് ജീവിതം ഒന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ആ ക്യാരക്ടറിന് ഒരു ഡെപ്ത് കിട്ടുന്നത്. അപ്പോൾ രണ്ട് രീതിയിലും അത് കാണാം. നമുക്കൊരു ഫൺ പരിപാടിയായിട്ട് കാണുന്നവർക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ എന്നെ കാണുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ ചിരിച്ചു തുടങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിനകത്തൊരു ഇമോഷൻ വരുമ്പോൾ വേറൊരു കണക്ഷൻ ആളിനോട് തോന്നും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് ഇയാളെ ആളല്ല, അയാളെ പോലത്തെ ഒരാളാണെന്നുള്ള സാധനമേ ഉള്ളൂ. അതായത് ഇപ്പം ആ ജോണി സിൻസ് എന്ന ക്യാരക്ടറായിട്ടല്ല അതിനകത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾക്ക് നോക്കിയാൽ അറിയാം, സിനിമയ്ക്കകത്ത് ആ പേര് വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു പേരും വിളിക്കുന്നില്ല. രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങനെ തോന്നുന്നെങ്കിൽ തോന്നിക്കോട്ടെ, അല്ലെങ്കിൽ വിചാരിച്ചോട്ടെ എന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അറിയാത്തവർക്ക് കാണുന്നത് ഒരു ക്യാരക്ടർ, UK-ൽ പല ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, അയാൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ജീവിതം ഇങ്ങനെയാണ് എന്നുള്ളത് ആണ് അയാളുടെ ഒരു ഡയലോഗിൽ നിന്ന് ഓപ്പോസിറ്റ് ക്യാരക്ടർ അലൻ അത് റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും സിനിമയുടെ ക്ലൈമാക്സും ഒക്കെ സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ അലൻ്റെ റിയലൈസേഷൻ, അവിടെ നിന്നാണ് അലൻ്റെ സ്വന്തം ലൈഫിനെ കുറിച്ചുള്ളൊരു റിയലൈസേഷൻ ഉണ്ടായിട്ട് ആ ഫോൺ കോൾ ചെയ്യുന്നതും അങ്ങനെ ഒരു പരിപാടിയായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ എല്ലാ രീതിയിലും അത് സ്വീകരിച്ചതുകൊണ്ട് നമുക്ക് ഭയങ്കര ഉപയോഗവും സന്തോഷവുമായിട്ട് കിട്ടിയിട്ടുണ്ട്. കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ടറിൻ്റെ പേരിൽ പറയപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിളി വരികയോ അല്ലെങ്കിൽ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. ആ ക്യാരക്ടർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഏത് സെൻസിൽ വേണോ എടുക്കാം, അത് പ്രേക്ഷകൻ്റെ ചോയ്സായിട്ട് വച്ചിട്ട്. പക്ഷേ എങ്ങനെ എടുത്താലും ആ എൻഡിൽ വരുമ്പോഴേക്കും ലാസ്റ്റ് സീനിൽ ഉള്ള കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ലൈഫ്, അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൾക്കാർക്ക് അത് അങ്ങനെ ഒരു സാധനം വരില്ല അതിനകത്ത്. മറ്റൊരു കോമഡി എന്നൊരു സാധനം അല്ല വരുന്നത്. അങ്ങനെ ഒരു ഇതാണ് എനിക്ക് കിട്ടിയത്. ഈ സിനിമയുടെ ജേർണിയിൽ ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു? ഉണ്ട്. ഞാൻ ബേസിക്കലി പറഞ്ഞ പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ WBTS എന്ന് പറയുന്ന വിപിൻദാസിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഞാൻ ഇതിനു മുന്നേ ഒരു കോർപ്പറേറ്റ് ചാനലിൽ പ്രൊഡക്ഷൻ ഹെഡായിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ജോലി വിട്ടിട്ടാണ് നമ്മൾ ഒരുപാട് നാളത്തെ സുഹൃത്തായിട്ടുള്ള വിപിൻ്റെ കൂടെ നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി വരുന്നത് ചെയ്യുന്നത്. അങ്ങനെ ഒരു വ്യസന സമ്മേതം എന്നൊരു സിനിമ ഫുൾ നിന്ന് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ WBTS ഇതിൻ്റെ ബാനർ നെയിമിൽ ഉള്ളതുകൊണ്ട് നമ്മളതിൻ്റെ പാർട്ടാണ്. ബാക്കി പ്രൊഡക്ഷൻ ഹൗസുകളുണ്ട്, ബാക്കി ഇമാജിൻ അല്ലെങ്കിൽ സിഗ്നേച്ചർ, അങ്ങനെ കുറേ പ്രൊഡക്ഷൻ ഹൗസ് അതിനകത്തുണ്ട്. അവരാണ് എക്സിക്യൂഷനൊക്കെ ചെയ്യുന്നത്. അപ്പം വിപിൻ്റെ കൂടെ ഫുൾ ടൈം ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കഥകളൊക്കെ കേൾക്കുകയും ഇതിനകത്ത് ഷൂട്ടിന് പോവുകയും ഒക്കെ ഭാഗമായിട്ട് നിൽക്കുമായിരുന്നു. ഇടയ്ക്കൊരു ദിവസം ഈ സ്ക്രിപ്റ്റിംഗ് നടക്കുന്ന സമയത്ത് വിപിന് തോന്നിയ ഒരു ഐഡിയയാണ് ഇങ്ങനെ ഒരു ലുക്കിലേക്ക് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടൊരു സാധനം, ഈ കഥയ്ക്കകത്ത് UK-ൽ കുട്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ അപ്പോൾ എല്ലാം ഒത്തുവന്നു. UK-ൽ എന്തെങ്കിലും പോകണം, UK ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ക്യാരക്ടറിൻ്റെ ലുക്കിലേക്കുണ്ട്. ആ ക്യാരക്ടറിനെ നാട്ടിൽ കാണിക്കാൻ പറ്റില്ല, അവിടെയാണെങ്കിൽ കറക്റ്റ്. അപ്പോൾ അതെല്ലാം ഒത്തു വന്നതുകൊണ്ട് ആ ഒരു ഐഡിയ പുള്ളിക്കാരൻ പെട്ടെന്ന് അത് ബാക്കിയുള്ളവരോടൊക്കെ പറയുകയും അത് എല്ലാവർക്കും അത് അതിനകത്തുള്ള ഫണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അത് എടുക്കുന്നതിന് തൊട്ട് മുന്നേ വരെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നവരെ എനിക്ക് വലിയ ഉറപ്പില്ലായിരുന്നു അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യേണ്ടി വരും. കാര്യം കഥയും സ്ക്രിപ്റ്റൊക്കെ അല്ലേ, ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഡയറക്ടറുടെ അടുത്തോ റൈറ്ററുടെ അടുത്തോ വിപിൻ്റെ അടുത്തോ ഒന്നും പിന്നീട് ഞാൻ സംസാരിച്ച് അന്ന് ഈ പറയുന്ന ഐഡിയ പറഞ്ഞപ്പോൾ ഞാൻ കേട്ട് മനസ്സിലാക്കിയതല്ലാതെ പിന്നെ ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഫൈനലി ഈ പറഞ്ഞ പോലെ പോകണം, പാസ്പോർട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കിയത് അവിടെ ചെയ്യേണ്ടി വരും, ചെയ്യണം. അപ്പോഴും അത് ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ എന്നാലും നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പോൾ കഴിയുന്നതും അത്രയും അത്യാവശ്യമുള്ള ക്രൂവിനെ കൊണ്ടുപോകത്തുള്ളൂ. കാര്യം അത്രയും എക്സ്പെൻസ് ഉള്ളൊരു കാര്യമാണ്. അത് ജോർജിയ പോലൊരു സ്ഥലത്ത് പോകുമ്പോൾ, ജോർജിയയിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ UK-ൽ ഭയങ്കര എക്സ്പെൻസീവാണ് അതിനേക്കാൾ. അപ്പോൾ അതുകൊണ്ട് ജോർജിയ എടുത്തു. പക്ഷേ എന്നാലും അതും എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ അത്രയും ലിമിറ്റഡ് ക്രൂവിനാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. ബാക്കി അവിടുത്തെ ക്രൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ ഉറപ്പായി. പിന്നെ അവിടെ പോയിട്ട് പിന്നെ അഭിനയിച്ചു. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് അതിൻ്റെ ആസ്പെക്റ്റിൽ കൂടെ കുറച്ച് ചോദ്യങ്ങൾ കൊണ്ടുപോകുന്ന ആഗ്രഹമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, വാഴ വലിയ ബഡ്ജറ്റിലൊന്നും ചെയ്ത സിനിമയല്ലല്ലോ. വാഴ 2 വരുമ്പോഴേക്കും വലിയ സ്റ്റാർ പരിപാടിയില്ല, ഡെബ്യൂ ഡയറക്ടർ വിപിൻ ദാസിന് മാത്രമാണ് നമുക്ക് പരിചയമുള്ള, വർക്ക് ചെയ്തിട്ടുള്ള സിനിമ. ഹാഷറൊക്കെ നമുക്ക് അല്ലാണ്ട് സോഷ്യൽ മീഡിയ വഴി.
ഇങ്ങനൊരു ടീമിനെ വെച്ചിട്ട് UK അല്ലെങ്കിൽ ജോർജിയയിൽ പോവുക, ഇത്രയും ബഡ്ജറ്റ് ഇറക്കുക എന്ന് പറയുന്ന പരിപാടി ഇപ്പം നമുക്ക് ആലോചിക്കുമ്പോഴേക്കും ശരി സിനിമ വമ്പൻ ഹിറ്റ് ആണെന്നൊക്കെ പറയാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോസസ് പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും തോന്നിയില്ലായിരുന്നു? അല്ല, റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് അറിയാം. പക്ഷേ നമ്മൾ സിനിമയിൽ ആസ് എ പ്രൊഡക്ഷൻ കമ്പനി നമ്മുടെ ജോലി, പ്രൊഡക്ഷൻ കമ്പനിയുടെ ജോലി എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കുക എന്നുള്ളതാണ്. 5 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഇത്തവണ. വാഴ ഫസ്റ്റിൽ 4 പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു. ഇപ്പോൾ 5 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അതിനകത്ത് ഇപ്പോൾ ഈ ഇമാജിൻ സിനിമാസ്, അതിനകത്ത് ഹാരിസ് അനീഷ്, സിഗ്നേച്ചറിൽ ആദർശ്, ഐക്കണിൽ അമൽ, അവരൊക്കെ ഉണ്ട്. തന്നെ അത് അവർ ഇമാജിൻ സിനിമാസ്, ഹാരിസ് ദേശം ആൻഡ് അനീഷ്. പിന്നെ ഉള്ളത് ഈ സിഗ്നേച്ചർ ഫിലിംസ്, അവരുടെ ആദർശുണ്ട്. പിന്നെ അമൽ പോൾസൺ, ഈസ് ഓൾസോ ഡിസ്ട്രിബ്യൂട്ടർ ആൾസോ. അപ്പം അവൻ നമ്മുടെ മിക്കവാറും സിനിമകൾ പുള്ളി തന്നെയാണ് ഐക്കണാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കേരളത്തിൽ. അതെ, കേരളത്തിൽ. അപ്പോൾ ഇത്രയും പേരുണ്ട്. എൻ്റെ കൂടെ ഇത്തവണ നമ്മളുടെ കൂടെ വ്യസന സമയത്ത് അസോസിയേറ്റ് ചെയ്ത് തെലുങ്കിലൊരു പ്രൊഡക്ഷൻ ഹൗസ് ഷൈൻ സ്ക്രീൻസ്, അവരും കൂടെ ഇത്തവണ ജോയിൻ ചെയ്തു. കാര്യം പടം കുറച്ച് ലോഗോസ് വരുന്നുണ്ട്. അതെ അതെ അതെ. അപ്പോൾ അതിന് പക്ഷേ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ക്രെഡിറ്റ്സ് ഇല്ലാതെ സിനിമ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കാര്യം അത് ലെങ്ത്, ക്രെഡിറ്റ്സ് ഇല്ല. അപ്പോൾ അവിടെയാണ് പ്രൊഡ്യൂസേഴ്സിൻ്റെ ടൈമുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ അങ്ങനെ ഒരു സാധനം, ഇത്രയും പ്രൊഡക്ഷൻ ഹൗസസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസസ് എല്ലാവരും ആ റിസ്ക് എടുത്തു. വിപിൻ ദാസ് എന്ന റൈറ്ററിൽ വിശ്വസിച്ചിട്ട് അവർ ആ റിസ്ക് എടുക്കുകയും ചെയ്തു. അന്ന് ചെയ്യുമ്പോഴും ചെറിയ ബഡ്ജറ്റ് ആണെങ്കിലും അതിനകത്തും റിസ്ക് ഉണ്ട്. കാര്യം നമ്മൾ എനിക്ക് ഇപ്പോഴത്തെ സിനിമയാണ് വാഴ 2-ൻ്റെ എൻ്റെ അറിവിൽ എനിക്കൊന്ന് മോർ ദാൻ 12-13 ബിറ്റ്വീൻ വരും. എനിക്കത് എക്സാക്ട്ലി അറിയില്ല. എനിവേ ഇറ്റ് ഈസ് ബിറ്റ്വീൻ 12 and 13 വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ ആ റിസ്ക് വിപണിയിൽ വിശ്വസിച്ചിട്ടാണ് ആ റിസ്ക് ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സ് അവരെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞത് നമ്മളിതൊരു അങ്ങനെ ഒരു പരിപാടി അല്ല, ഒരു പ്രൊഡ്യൂസർ വന്നു ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിയല്ല. ഇതെല്ലാം ഒരു ടീം വർക്കാണ്. ഇപ്പം നമ്മൾ വിപിനായാലും നമ്മൾ ഈ പറഞ്ഞ 4-5 പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും ഞങ്ങളൊരു ഫ്രണ്ട്സ് പോലെയാണ്, ഭയങ്കര ഫ്രണ്ട് സർക്കിളാണ്. അപ്പം പരസ്പര വിശ്വാസത്തിലാണ് ഇതെല്ലാവരും നിൽക്കുന്നതും. അത്രയും സ്നേഹത്തിലും അവരുടെ ആ ഒരു സ്നേഹമായിരിക്കാം മേ ബി ഈ വിജയത്തിൻ്റെ ഒക്കെ രസം ഞാൻ വിചാരിക്കുന്നു. അല്ലല്ല, അതിനകത്ത് ഹാരിസ് ദേശമൊക്കെ കൊച്ചി ആൾക്കാരാണ്. അങ്ങനെ ബാക്കി നമ്മൾ അങ്ങനെ ഒരു ഇല്ല, എല്ലാവരും എങ്ങനെ എല്ലാവരും ഒരു വെൽ കണക്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ വന്ന് അവർ ചെയ്യുന്നു. നമ്മൾ സെക്കൻഡ് ചെയ്യുമ്പോൾ പക്ഷേ വിപിൻ ആദ്യം പറഞ്ഞിരുന്നു സെക്കൻഡ് വിൽ ബി എ ബിഗർ മൂവി ദാൻ വാഴ ഫസ്റ്റ്. കാര്യം നമ്മൾ വാഴ ഫസ്റ്റ് ഇറക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു തിയേറ്ററിക്കൽ അറ്റ്മോസ്ഫിയർ അല്ല നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. കാര്യം ഇപ്പോൾ തിയേറ്റർ വാച്ചബിൾ മൂവിക്കുമാണ് എല്ലാവരും സിനിമയ്ക്ക് പോകുന്നത്. ഞാൻ നിങ്ങളൊക്കെ ഉൾപ്പെടെ അങ്ങനെയല്ലേ പോകുന്നത്. അപ്പം വാഴ ഫസ്റ്റ് ഇറക്കുമ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്കില്ല. കണ്ടന്റ് മാത്രം സൂപ്പറായാൽ ആരഭിച്ചാലും ഇപ്പോൾ രോമാഞ്ചം ഒക്കെ ഇറങ്ങിയ സമയത്ത് അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയാൽ മാത്രമേ ആൾക്കാർ തിയേറ്ററിൽ പോകുന്നത്. അപ്പം വാഴ 2 കൺസീവ് ചെയ്തപ്പോഴും അത് അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴെല്ലാം കുറച്ച് വലിയ സ്കെയിലിൽ തന്നെയാണ് വിപിൻ അത് ആലോചിച്ച് എഴുതിയിരിക്കുന്നത്. പക്ഷേ വിപിൻ മറ്റൊരു ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ വിപിൻ ആലോചിച്ചതിൻ്റെ മേളിൽ ഡയറക്ടർ ഷൂട്ട് ചെയ്തു. അത് പുള്ളി അതിനെ വിഷ്വലൈസ് ചെയ്തെടുത്തത് ഇഷ്ടപ്പെട്ടൊരു വാക്ക് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ചെയ്തിരുന്നെങ്കിൽ അതെ 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 ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നന്നാവില്ല എന്നൊരു കോൺഫിഡൻസ് ഒരു ഡെബ്യൂ. അതെ 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 അതെ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് കട്ട് കണ്ടപ്പോഴേ വിപിൻ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്, സവിൻ ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്, അവൻ കിടിലൻ ഡയറക്ടറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ കേട്ടപ്പോൾ അൺഡൗട്ടഡ്ലി എന്ന് അത് വിപിൻ്റെ പറച്ചില്ല കോൺഫിഡൻസിൽ നിന്ന് മനസ്സിലായി. അപ്പം അതിപ്പോൾ വിഷ്വൽ കണ്ടപ്പം മനസ്സിലായി. കാര്യം നമുക്കത് ഡയറക്ടർ അതാണ് എപ്പോഴും ഈ സിനിമയിൽ സംഭവിക്കുന്നത്. സ്ക്രിപ്റ്റിൻ്റെ മേളിൽ ഷൂട്ട് ചെയ്ത് വരുമ്പോഴാണ് അത് വിപിൻ ഡയറക്റ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. വിപിൻ എഴുതുന്നതിൻ്റെ മേളിലാണ് വിപിൻ ഷൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ അത് ഇവിടെ വിപിൻ്റെ അസോസിയേറ്റ് ചെയ്ത് കാണിച്ചപ്പോൾ വിപിൻ അത് ഭയങ്കര സന്തോഷമായി. കാര്യം കൂടെ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ വളർന്നു വരുന്ന രീതിയിൽ കാര്യങ്ങൾ വരുമ്പോൾ ആൾക്കാരിലും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയാണ് ഇതിനകത്ത് വന്നത്. സവിൻ ആസ് എ ഡയറക്ടർ അടിപൊളിയാണ്. അടിപൊളിയെന്ന് ഞാൻ പറയാൻ കാര്യം ജയജയഹിൽ സവിൻ അസോസിയേറ്റ് ആയിരുന്നു. അതെ അതെ. അപ്പം അടിപൊളി എന്ന് പറയാൻ കാര്യം ഞാൻ പറഞ്ഞു, എൻ്റെ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്നെ ജോർജിയെ കൊണ്ടുപോകുമ്പോഴും എൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് ഇത്രയും കാശ് ചിലവാക്കി എനിക്ക് വേണ്ടി ടിക്കറ്റും വിസയൊക്കെ എടുത്ത് അവിടെ കൊണ്ടുപോയി അക്കോമഡേഷനും 11 ദിവസം അവിടെ ഷൂട്ടുണ്ട്, അപ്പോൾ അവിടെ നിൽക്കുന്നത് ചെയ്യണം. അപ്പോൾ എന്നെ ഒരു റിഹേഴ്സൽ പോലും സവിൻ എടുത്ത് നോക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇല്ലല്ല. അപ്പം എൻ്റെ അടുത്ത് വിളിച്ച ചേട്ടൻ്റെ ക്യാരക്ടർ ഇതാണ് അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഡയലോഗ്സ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നോട്. ഒന്നും പറയാതെ ഇത് കൊണ്ടുപോകുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത് എങ്ങനെ. അപ്പോൾ വിപിൻ ദാസ് വന്നിട്ടുമില്ല, ജോജിയിൽ വരുന്നുമില്ല, ഷൂട്ടിന് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഫോണിൽ കൂടെ സംസാരിച്ചത് ചെയ്യത്തേ ഉള്ളൂ. അതെ അതെ. അപ്പം അവരായിട്ടില്ല, ടീം ഭയങ്കര സെറ്റാണ്. സവിനും വിപിനും അങ്ങനെ അസോസിയേറ്റ്സ് എല്ലാം അങ്ങനെ സെറ്റ് ടീം. അപ്പോൾ വിപിൻ ഫസ്റ്റ് ടൈം ഒരിക്കൽ പോയി ലൊക്കേഷനൊക്കെ കണ്ടു. ഓക്കെ, അങ്ങനെ വിപിൻ മനസ്സിൽ കണ്ട ലൊക്കേഷൻസ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് ഒരു തവണ പ്രീ വിസിറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഷൂട്ടിന് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അത് കൊണ്ടൊരു ടെൻഷൻ, സവിൻ ഇത് എങ്ങനെ എടുത്ത് വിപിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈലും അല്ലെങ്കിൽ വിപിൻ്റെ ഒരു ഫൺ അപ്രോച്ച് ചെയ്യുന്ന രീതിയൊക്കെ നമുക്കറിയാം. വിപിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇതുണ്ട്. പക്ഷേ
അപ്പം പിന്നെ എൻ്റെ ടെൻഷൻ ഞാൻ അഭിനയിച്ചില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? കാര്യം ഇത്രയും കാശ് ചിലവാക്കി അവിടെ ആളെ കൊണ്ടുപോയി വന്നിട്ട് ഞാൻ ടേക്കെടുക്കുന്നു, ഓക്കെ ആവുന്നില്ല, എൻ്റെ മുഖത്തൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഹെൽപ്ലെസ് ആവില്ല. അപ്പം ഞാൻ അതിന് മുന്നേ തന്നെ ഞാൻ ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് അവിടെ ആരെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു വെച്ചോ കേട്ടോ ബാക്കപ്പിന് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എന്നെ ഷൂട്ട് ചെയ്യിപ്പിച്ചപ്പം സവിൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിട്ടുള്ള റെജി ഉണ്ടായിരുന്നു, പിന്നെ DOP അഖിൽ. അപ്പം ഇവർ 3 പേരും ഭയങ്കര സപ്പോർട്ട് തന്നായിരുന്നു എനിക്ക്. ഞാൻ ഓരോ കാര്യം ഞാൻ എങ്ങനെ ചെയ്യണം, എങ്ങനെ തിരിയണം, എങ്ങനെ നടക്കണം, എവിടം വരെ നടക്കണം, എങ്ങനെ നോക്കണം എന്നൊക്കെ ഉള്ളത് അവർ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ അത് ഇപ്പം പ്ലംബിംഗ് പരിപാടി സീൻ ചെയ്യുന്നതൊക്കെ ആയാലും റെജി വന്ന് നമുക്ക് പറഞ്ഞു തരും, ചീഫ് ഇത് ചേട്ടാ ഇങ്ങനെയാണ് പരിപാടി ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തെ കുറച്ച് ആക്ഷൻസ് ഇടണം, പുള്ളിക്ക് അങ്ങനെ കുറച്ച് ആക്ഷൻസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതങ്ങനെ ഒന്ന് ഇട്ടാൽ രസമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് സവിൻ വന്ന് ഓക്കെ പറയുന്നുണ്ട്. അപ്പോഴും എനിക്ക് ഡൗട്ടുണ്ട്, സവിൻ എന്താ ഓക്കെ പറയുന്നത്, ഒരുപാട് കർഷണമൊന്നും ആ സീനിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് സംശയം ഇനി ശരിയാകാത്തതുകൊണ്ടാണോ, ഇനിയിപ്പം കട്ട് കളയാമെന്ന് വെച്ചിട്ട് കരിയില്ലാത്ത പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണോ പുള്ളിയെ കൊണ്ട് ഇത്രയും മാക്സിമം പറ്റുള്ളൂ എന്നുള്ളതാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ പക്ഷേ ഇവരെല്ലാവരും നമുക്ക് ഈ പ്രൊഡക്ഷനിൽ നിന്നതുകൊണ്ട് എല്ലാവരും സുഹൃത്തുക്കളാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ടുണ്ട്. അപ്പം എൻ്റെ ഏറ്റവും ക്രൂഷ്യൽ സീൻ ഈ ലാസ്റ്റുള്ള ഒരു ഇമോഷണൽ സീൻ എടുക്കുന്നത്. അപ്പം അവിടെ എനിക്ക് മനസ്സിലായി ഇത് അഭിനയത്തിൽ എളുപ്പമുള്ള പരിപാടിയല്ല. ഈ അവർ ഉദ്ദേശിക്കുന്ന ഇമോഷൻ നമ്മുടെ മുഖത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് അവർ ഭയങ്കര സമാധാനത്തോടെ എനിക്ക് ടെൻഷൻ തരാതെ സവിൻ എന്തുണ്ടെങ്കിലും ഒന്ന് അടുത്ത് വന്ന് പറഞ്ഞു, ചേട്ടാ ഇത് അങ്ങനെയല്ല, ഇങ്ങനെ ഒന്ന് ചെയ്യാമോ, ഇങ്ങനെ ഒന്ന് നോക്കിയാലോ ചേട്ടാ, ചേട്ടാ ഒരിക്കൽ കൂടെ നോക്കാമോ ചേട്ടാ, അങ്ങനെ വളരെ കൂളായിട്ട് നമുക്കത് ഒരിക്കൽ പോലും ദേഷ്യത്തിലോ അല്ലെങ്കിൽ ധൃതിയിലോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അവരാ സ്പേസ് തന്നാണ് ചെയ്യിപ്പിച്ചത്. എനിക്കൊന്നും എല്ലാവരോടും അവർ ആ ഒരു അപ്രോച്ചാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞ 4 പേരും സിനിമയിൽ വന്നിട്ട് ഇപ്പം നിങ്ങൾ സിനിമയെ കാണുമ്പോൾ ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആക്ടേഴ്സ് പെർഫോം ചെയ്തേക്കുന്നത് പോലെ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു ന്യൂ കമേഴ്സ് ചെയ്യുന്ന ഒരു പരിപാടി അതെ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെതിലായാലും ആൾക്കാർ കണ്ടിട്ട് വിളിച്ച് പറയുന്നത് വല്ല ആക്ടിങ് കോഴ്സിന് പോയോ അല്ലെങ്കിൽ ആക്ടിങ് നേരത്തെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് ആവശ്യമുള്ള സാധനം അവരത് നമ്മളിന്ന് എടുത്തു, അങ്ങനെയാണ്. അത് എൻ്റെ കഴിവുകൊണ്ട് അതെ. അപ്പോൾ അതുകൊണ്ട് അതുകൂടെ കണ്ടപ്പോൾ ഈ ഔട്ട്പുട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സവിൻ ഈസ് എ ഗ്രേറ്റ് ഡയറക്ടർ എന്ന് മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരനെ എനിക്ക് തോന്നുന്നു ഒരു മോസ്റ്റ് വാണ്ടഡ് ഡയറക്ടറായിട്ട് മാറും കേരളത്തിലെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നലെ ഞാൻ ബുക്ക് മൈ ഷോ നോക്കുമ്പോഴേക്കും വർക്കിംഗ് ഡേ ആണ്, വ്യാഴാഴ്ചയാണ്, എന്നാലും വെക്കേഷൻ ആണെന്ന് കൂട്ടിയാൽ പോലും വർക്കിംഗ് ഡേ ആണല്ലോ, ആളുകൾ വർക്ക് ചെയ്യുന്നുള്ളൂ, പിള്ളേർക്ക് മാത്രമാണല്ലോ വെക്കേഷൻ എന്ന് പറയുന്നത്. 3,80,000 ടിക്കറ്റ് പോയത് ലാസ്റ്റ് 24 hours ബുക്ക് മൈ ഷോ. ആഫ്റ്റർ 1 week ക്ലോസ് ടു 4 lakhs എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭീകരമായ ബുക്കിംഗ് ആണ്. അങ്ങനെ മലയാള സിനിമ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ പറയുന്നത് എന്താ ടീമിൽ സംസാരം നടക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു ഭയങ്കര വിജയം ഡൈജസ്റ്റ് ആവുന്നുണ്ടോ? ഓർ നിങ്ങളിത് പ്രതീക്ഷിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത്രയും വലിയ അല്ലല്ല, അത് ശരിയാണ്, ഇത്രയും വലിയ വിജയം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കണ്ടന്റ് വർക്കാവും, നന്നായി വന്നിട്ടുണ്ട് എന്നുള്ളത് വിപിനും സവിനും ഒക്കെ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. അതെ, അത് ക്ലാഷ് ആയിട്ട് വച്ചതല്ല. ആ സമയത്ത് ഒരുപാട് റിലീസുകൾ ഉണ്ടായിരുന്നു, അതാണ് എൻ്റെ വാസ്തവം. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ദൃശ്യം, പിന്നെ പള്ളിച്ചട്ടമ്പി, പിന്നെ പാട്രിയോട്ട്, ഇങ്ങനെ കുറേ സിനിമകളൊന്നും ഉണ്ടായത്. അതിലിപ്പോൾ കുറേയൊക്കെ മാറിപ്പോയി. പക്ഷെ ആ സമയത്ത് കുറേ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ഇപ്പം അതിരടി, അപ്പം അതിരടിയുടെ കൂടെ വെക്കാം. നമ്മുടെ ഒരു കോമഡി ജോണർ ആണ്. പക്ഷേ അതാണ് ഇപ്പം നമുക്ക് ഏപ്രിൽ ഇല്ലെങ്കിൽ പിന്നെ മെയ്യേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നോക്കുന്തോറും എല്ലാ ആഴ്ചയും 2 ആഴ്ച കൂടുമ്പോഴും പടങ്ങളുണ്ട്, എല്ലാം വലിയ പടങ്ങളും. അപ്പോൾ അതിപ്പം പാട്രിയോട്ട് ആയാലും നമ്മളപ്പം നോക്കിയത് വിപിനും ടീമും ഒക്കെ ശ്രദ്ധിച്ചത് ഒരു കാര്യമുള്ളൂ, ഈ പടം വലുതോ ചെറുതോ എന്നുള്ളതല്ല, നമ്മുടെ പടത്തിനും സ്പേസ് ഉണ്ടാവണം, ഓപ്പോസിറ്റ് ഒരു പടത്തിനും സ്പേസ് ഉണ്ടാവണം. അപ്പോൾ അതിരടി എന്ന് പറയുന്നത് ഒരു കോമഡി ബേസ് ആണ്, എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന പരിപാടിയാണ്, നമ്മളതും അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ അത് രണ്ടും കൂടെ മത്സരിച്ച് കഴിഞ്ഞാൽ 2 പേർക്കും ഗുണം ചെയ്യില്ല. അപ്പം ദൃശ്യമാകുമ്പോൾ ഓബ്വിയസ്ലി നമ്മളൊരിക്കലും അവർക്കൊരു ക്ലാഷ് അല്ല, അവർക്കൊരു എതിരാളി അല്ല, അവർ അത് വേറെ ജോണർ. അതിന് ഡെഫിനറ്റ്ലി അത് എങ്ങനെയായാലും അതൊരു സൂപ്പർ ഹിറ്റ് ആണ്, അത് ആ വഴിക്ക് പൊക്കോളും, നമുക്ക് ടെൻഷനില്ല. അപ്പം നമ്മളുടെ ജോണർ അത് കണ്ടിട്ട് നമ്മളത് കാണാനും വരും, ആൾക്കാർ വരും. ഓക്കെ, ഫസ്റ്റ് ചോയ്സ് എപ്പോഴും ദൃശ്യമായിരിക്കും നമുക്കറിയാം. ഒരാൾ നമ്മൾ ചിലപ്പോൾ ആദ്യം ദൃശ്യത്തിനേ പോകത്തുള്ളൂ, അതെന്താണെന്ന് അറിയാനും അതെന്നുള്ളൊരു ആകാംക്ഷയില്ല. അപ്പം സെക്കൻഡ് കണ്ട അപ്പോൾ അത് മതിയാവും നമുക്കെന്നുള്ള കോൺഫിഡൻസ്. നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആരും മോശം പറയില്ല, അത് ആൾക്കാർ വീണ്ടും കാണാനുള്ള ഒരു ഇതുണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻസ് മേക്കേഴ്സിന് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് സിനിമ നമ്മൾ റിലീസ് ചെയ്തതും. പക്ഷേ ലക്കിലി ഈ പറഞ്ഞ പോലെ പിന്നെ ടെൻഷൻ വേറെ ഉണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന GCC ഈ വാർ കാരണം ഇഷ്യൂ, അപ്പം നമുക്ക് അവിടെ ഒരു
ലോസ് നമ്മൾ മുന്നിൽ കണ്ട് ആ ലോസ് വഹിക്കാം എന്ന് വിചാരിച്ച് തന്നെയാണ് ഇറക്കുന്നത്. അല്ല ഞാൻ പക്ഷെ ആ GCC ലോസ് നിങ്ങൾ ഒന്നാമത് സംസാരിക്കുന്ന അങ്ങനെ വിദേശത്ത് പോയി അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു യൂത്തിന്റെ കഥയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു GCC കണ്ടു, അപ്പൊ അത് റിലേറ്റബിൾ കണ്ടന്റ് ആവും അവിടെ ഉള്ളവർക്ക്. അത് കളഞ്ഞിട്ട് വരുമ്പോഴേക്കും അതിനൊരു ആ റിസ്ക് എടുത്താൽ മാത്രമല്ല അജിൻ ദുബായിയാണ്. അതെ അതെ. അപ്പൊ ആ റിസ്ക് നമ്മൾ എടുത്തിട്ടാണ് ചേരാൻ, വേറെ നിവർത്തിയില്ല, വേറെ സ്പോട്ടില്ല ഇറക്കാൻ, സിനിമ ഇറക്കാൻ. അപ്പൊ ഈ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇലക്ഷൻ വന്നു, അപ്പം വീണ്ടും ഞങ്ങൾ ചർച്ച ചെയ്യും. ഇപ്പം ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ എല്ലാവരും ഇലക്ഷൻ്റെ ചൂടിലും ഇതിലും പോകുമ്പോൾ എങ്ങനെ ഇത് ഇറക്കണോ വേണ്ടേ. പക്ഷേ ആ റിസ്ക് ഒക്കെ പ്രൊഡ്യൂസേഴ്സ് 5 പേരും കൂടെ ചേർന്ന് ഒരുമിച്ച് ഡിസിഷൻ എടുത്തതാണ്. നമുക്ക് 2-ാം തീയതി തന്നെ ഇറക്കാം എന്നുള്ളത്. എന്തായാലും ദൃശ്യം അപ്പോഴേക്കും മാറിയിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് ഇത്രയും വലിയ കളക്ഷൻസ് ഉണ്ട്, ഫ്രീ റണ്ണ് കിട്ടി, കളക്ഷൻസ് കിട്ടി. പിന്നെ കണ്ടവർക്ക് ഈ പറഞ്ഞ് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടു. നമ്മൾ അതെ അതെ. അപ്പോൾ നമ്മൾ ഞാൻ വേറൊരു പ്രത്യേകത കണ്ടത് ഇപ്പോൾ എൻ്റെ ക്യാരക്ടർ എന്ന് മാത്രമല്ല, അപ്പം 4 കൂട്ടി അവരുടെ മെയിൻ ക്യാരക്ടേഴ്സ് ആയാലും അതിനകത്ത് ഉമ്മമാരുടെ ക്യാരക്ടേഴ്സ്, സുധീഷിൻ്റെ ക്യാരക്ടർ, ബിജുക്കുട്ടൻ്റെ ക്യാരക്ടർ, ഇങ്ങനെ ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ, ടീച്ചർമാർ, മറ്റേ മുജീബ് സാറ്, മറ്റേ അജുവിൻ്റെ ക്യാരക്ടർ, മറ്റേ ടീച്ചറും, മറ്റേ ഇങ്ങനെ വന്നു പോയി ചെയ്ത് ഒരു ഡയലോഗെങ്കിലും പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവരുടെ ക്യാരക്ടർക്കും അപ്രിസിയേഷൻ ഉണ്ട്. അങ്ങനെ സംഭവിക്കുന്നത് വളരെ റെയർ അല്ലേ. അത് അല്ലാതെ കണ്ണൻ സാഗറിന് അതാണ് ഞാനകത്ത് മറ്റേ വിനോദ് കെടാമംഗലം അങ്ങനെ അഭിനയിച്ച എല്ലാവർക്കും ഒരു അപ്രിസിയേഷൻ കിട്ടുന്ന ഒരു സിനിമയായി മാറിയത്. അപ്പോൾ ടോട്ടലി അത് അങ്ങനെ നന്നായതുകൊണ്ട് ആണ് ഇങ്ങനെ നമ്മുടെ കൈവിട്ട് സിനിമ പോയി. അതെ അതെ. കാര്യം ഇപ്പോൾ ആൾക്കാരൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഫുൾ വാഴ കണ്ടന്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 2 ദിവസം ഞങ്ങളൊന്ന് ടെൻഷൻ അടിച്ചു, ഇതെന്താ എല്ലാവരും തിയേറ്ററിൽ നിന്ന് കണ്ടന്റ് ഷൂട്ട് ചെയ്തിട്ട് എടുത്തിടുന്നുണ്ട്, അപ്പോൾ കണ്ടന്റ് പോകും. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് റിയാക്ട് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ച് തുടങ്ങിയപ്പോഴേക്ക് തന്നെ മനസ്സിലായി അല്ല ഇത് പിടിച്ചാൽ നിൽക്കില്ല. കാര്യം റിയാക്ട് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് യൂഷ്വലി ചെയ്യുക. റിയാക്ട് മീൻസ് അവരെ പോയി മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഇതൊന്നും ചെയ്യരുതെന്ന് പറയാം. പക്ഷേ നോക്കിയപ്പോൾ ഇത് 1-2 ആൾക്കാരല്ല, 1000-ൽ ആൾക്കാരിങ്ങനെ അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരത് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലായി ഇത് ജനങ്ങൾ ഏറ്റെടുത്തു, ഇനി നമ്മുടെ പടമല്ല, ഇതിന് ജനങ്ങളുടെ സിനിമയാണ്. അവരവരുടെ എല്ലാ റിലേഷൻഷിപ്പായിട്ടും അവരത് താരതമ്യം ചെയ്തിട്ട് അവരുടെ ചിലർക്ക് അത് അച്ഛനോടുള്ളത്, ചിലർക്ക് സിബ്ലിങ്സിനോടുള്ളത്, ചിലർക്ക് പാരൻസിനോടുള്ളത്, ചിലർക്ക് ടീച്ചേഴ്സിനുള്ള റിലേഷൻഷിപ്പ്, സ്കൂളിലെ ഫ്രണ്ട്സ് റിലേഷൻഷിപ്പ്, ഇതെല്ലാം എടുത്ത് അവരുടെ സിനിമയാക്കി മാറ്റിയാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കൈവിട്ട് പോയി എന്നുള്ളതാണ്. അപ്പം അതിലൊരു സന്തോഷം. അല്ല അത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഞാനും ഈ ഇൻസ്റ്റ തുറക്കുമ്പം തിയേറ്ററിൽ എടുത്ത ക്ലിപ്പ് ഇതൊക്കെയാണ് വരുന്നത്. അത് ആക്ച്വലി നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. ഗുണം ഇൻ ദ സെൻസ് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നുണ്ട്, അവരുടെ ഇമോഷൻസ് അവർ റൈറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, റീൽസ് ഭയങ്കരമായിട്ട് ട്രെൻഡ് ആകുമ്പോൾ അതനുസരിച്ച് ആളുകൾക്ക് ഈ സിനിമ കാണാനുള്ള ആവേശം കൂടുന്നു. നേരെ മറിച്ച് നിങ്ങളുടെ ക്ലിപ്പ് ഇതുപോലെ പുറത്ത് വരുന്നത് കണ്ടന്റ് പോകുന്നു അല്ല. അത് ഞാൻ ആദ്യത്തെ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ തോന്നും കണ്ടന്റ് പോകുന്നുണ്ട്. പക്ഷേ നമ്മളുടെ കണ്ടന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേക്ക് ചെയ്ത് വച്ചിരിക്കുന്നത് ഇറ്റ്സ് ഫോർ എ തിയേറ്ററിക്കൽ വാച്ചിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടാലും നമ്മൾ ഇപ്പോൾ ഇങ്ങനെ കാണുന്നവർ വേഗം പോയി കാണാൻ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഇങ്ങനെ റീൽസ് കണ്ടവർ ഇതെന്താണ് എല്ലാവരും ഇത്രയും പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് മാത്രമല്ല. അപ്പോൾ ഈ ഇൻസ്റ്റയിൽ കൂടെ കാണുന്ന റീലിൻ്റെ ഒരു ഓഡിയോയും വീഡിയോയും അല്ല നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് ആ സീൻ ഇഷ്ടപ്പെടും, അല്ലാതെ നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ എന്നൊരു സാധനം വരില്ല. അത് തിയേറ്ററിക്കൽ വാച്ച് മൂവിയുടെ പ്രത്യേകതയാണ്. ഞാൻ ഒരു റൈറ്റപ്പ് കണ്ടാണ്, ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ 3 വട്ടം അത് കണ്ടു, വേറൊരു പല അക്കൗണ്ടിൽ നിന്നാണ്. അതായത് നിങ്ങൾ കരഞ്ഞാണ് അത് അവസാനിപ്പിക്കുന്നത് ലാസ്റ്റ്. പക്ഷെ നിങ്ങൾ ആ ഒരു കൊളാബറേഷൻ പഴയത് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ കരഞ്ഞിറങ്ങി പക്ഷെ കൈയടിച്ചിറങ്ങാൻ പറ്റിയെന്നുള്ളതാണ്. ആ ഐഡിയ എവിടെ നിന്നാണ് വന്നത്? അത് ആരും അല്ല, അത് വിപിൻ്റെയും സവിൻ്റെയും കൂടെ പ്ലാനാണത്. അങ്ങനത്തെ പിന്നെ ഒബ്വിയസ്ലി ഇതിനകത്ത് എഡിറ്റിംഗ് ടീം, ഒരു എഡിറ്റർ കണ്ണൻ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. നിങ്ങൾ സിനിമ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അത് ആ പേസിൽ അത് പോയിരിക്കുന്നത്. നമുക്ക് ഒരു ലാഗോ ബോറോ അടിക്കാതെ ടക്കിന് ഫുള്ളി പാക്ഡ് ആണ്. 2:40 സിനിമയുണ്ട്. അപ്പോൾ എഡിറ്റ് കഴിഞ്ഞപ്പോഴേ വിപിൻ പറഞ്ഞു ആർക്കും സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ സമയം ഉണ്ടാവില്ല, ആ രീതിയിലാണ് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വിപിൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ്, ആ ഐഡിയയുടെ ക്രെഡിറ്റ് വിപിനും ഡയറക്ടറും എഡിറ്ററും അവരുടെ ഒരു കോമ്പിനേഷനിലാണത് ലാസ്റ്റ് അങ്ങനെ ഒരു സംഭവം വരുന്നത്. 2 മണിക്കൂർ 42 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പടം. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ പല പടങ്ങളുടെയും ഡ്യൂറേഷൻ കൂടുന്നതാണ്. ഇപ്പൊ ചിലയിടത്ത് ഡ്യൂറേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സ്ക്രീൻ അല്ലെങ്കിൽ ഷോസ് കൂടുതൽ കളിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉറപ്പായിരുന്നു ലൈക്ക് 245 ആയാലും അല്ലെങ്കിൽ 242 ഒക്കെ ആയാലും കുഴപ്പമില്ല? അത് ഉറപ്പായിരുന്നു. അത് ആ കോൾ അല്ല, ഇതിനകത്ത് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, കൂടുതലുണ്ടായിരുന്നു. കട്ട് ചെയ്താണ് ഇത്രയും ആക്കിയത്. അത് കുറെ റഷ് എനിക്ക് തോന്നുന്നത് എനിക്ക് 25-30 മിനിറ്റോളം കട്ടിയിട്ടുണ്ടാവും. അപ്പം എനിക്കൊന്ന് 3 മേളിലുണ്ടാവും ഉറപ്പായിട്ടും. അത് ഹ്യൂമർ സീക്വൻസസ് ആണോ? ഹ്യൂമർ സീക്വൻസസ് ഒക്കെ ഉണ്ട്. അതെ. അപ്പോൾ അതാണ് ഈ ഫിലിം റഷ് കണ്ടിട്ട് അതിൻ്റെ വിപിനും പറഞ്ഞത്
ഇതിനകത്തൊന്നും കളയാനില്ല. അപ്പോൾ എന്താ ചെയ്യുക? എല്ലാ സീനും എഴുതി കൊടുത്തത് ചിലപ്പം കുറേയൊക്കെ കട്ടായി പോകുമല്ലോ എന്ന് കരുതി എഴുതിയതാണ്. പക്ഷേ എഴുതി കൊടുത്തതിൻ്റെ 10 ഇരട്ടി ഭംഗിയിൽ അത് ഡയറക്ടർ ഷൂട്ട് ചെയ്ത് പോയി. അപ്പോൾ അത് കളയാൻ തോന്നുന്നില്ല. അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നുകൊണ്ടാണ് ഇത് 2:42 മിനിറ്റ് വരുന്നത്. ഇനി കട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്ത് ഇനി കട്ട് ചെയ്യാൻ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അപ്പോൾ ഒരുപാട് ലെങ്ത് ആയപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ എൻ്റെ പോർഷൻ കട്ടായി പോകുന്നു. പക്ഷേ എൻ്റെ പോർഷനിലുള്ള ലാസ്റ്റ് വരുന്ന സീനിലെ ഡയലോഗ് ഈസ് കണക്റ്റിംഗ് ടു ക്ലൈമാക്സ്. അപ്പോൾ അത് കളയാൻ പറ്റില്ല. അപ്പോൾ കളയാൻ പറ്റില്ല, അവർക്ക് പറ്റാതായി. അപ്പോൾ അങ്ങനെ കാര്യം ആ സീൻ ഇപ്പോൾ അത് ഡയറക്ടർ നന്നായി ഷൂട്ട് ചെയ്തുകൊണ്ടാണ് കളയാൻ പറ്റാതെ വന്നത്. അതായത് മോശമാക്കി ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ അത് ചിലപ്പം പോയാലും കുഴപ്പമില്ല ചിന്തിച്ച് പോകുമല്ലോ. അല്ല അങ്ങനല്ല. അല്ല അപ്പോൾ അതുകൊണ്ട് അത് ഞാനില്ല, അത് നമ്മൾക്ക് ഈ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഭയങ്കര അടിപൊളിയായി, ടീം വർക്ക് സൂപ്പറായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് സമയം ഒരു പ്രശ്നമല്ലാതെ. അപ്പം ഇൻ്റർവെല്ലൊന്നും എനിക്കൊന്നും ആരും അറിയുന്നില്ല, 3 മിനിറ്റ് പോയി എന്നൊന്നും ആരും അറിയുന്നില്ല. അപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് മരുന്ന് കൊടുത്തിട്ടാലും മരുന്ന് കൊടുക്കാത്തതിൽ വിഷമം തോന്നിയോ? അല്ല, മരുന്ന് കൊടുത്തിട്ടുണ്ടാവാം എന്ന് ആൾക്കാർക്ക് ചിന്തിക്കാനുള്ള സ്പേസ് അവിടെ ഇട്ടിട്ടുണ്ട്. അതായത് അതെ. അപ്പോൾ ഈ കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് പിന്നെ അവർ പോയി തമ്മിൽ കണ്ടിട്ടുണ്ടാവാ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. പിന്നെ അവർ ഫോൺ കോളല്ലേ പിന്നെ നമ്മൾ കാണുന്നുള്ളൂ. അതെ. അത് കഴിഞ്ഞിട്ട് ഈ മരുന്ന് ഞാൻ കൊണ്ട് കൊടുക്കുന്നു, പുള്ളിക്കാരൻ്റെ അതിൽ നിന്ന് അവിടെയാണ് പുള്ളിക്കാരൻ ഇതുണ്ടാവും, റിയലൈസേഷൻ ഉണ്ടാവുന്നതും, പുള്ളി നെക്സ്റ്റ് വീട്ടിലോട്ട് വിളിക്കുന്നതും, വിളിച്ച് അവിടെ ഇരുന്ന് കരഞ്ഞതിന് ശേഷം പുള്ളി ഓക്കെ ദെൻ പുള്ളി മൂവ് ചെയ്തിട്ടുണ്ടാവും. അതെ, പിന്നെ അത് ആൾക്കാർ പ്രേക്ഷകർക്ക് അങ്ങനെ വേണമെങ്കിൽ കാണാം. ആ രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഴ 1 റിലീസ് ചെയ്ത സമയത്ത് വാഴ 2 ഗ്ലിംസ് കൊടുത്തിട്ടുണ്ട്. അന്ന് പല റിവ്യൂസും പറഞ്ഞിരുന്നത് ചുമ്മാ വെറുതെ 2ാം ഭാഗം, പല സിനിമകളും ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ക്ലൈമാക്സ് കിട്ടാത്തത് കൊണ്ടും വെറുതെ ഒരു ലീഡ് വെക്കുന്നു. 2 വന്നപ്പോഴേക്കും നിങ്ങളത് മാറ്റി. വാഴ 3ക്ക് സ്കോപ്പ് ഉണ്ടാവും? ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3ാം ഭാഗം ഉണ്ടാവുന്നത്. കാര്യം ഇതിപ്പോൾ ഇത്രയും സക്സസ് ആയല്ലോ. അപ്പോൾ പിന്നെ നമ്മളത് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എനിക്കൊന്ന് ഉടൻ തന്നെ ഒഫീഷ്യലി പ്രൊഡ്യൂസേഴ്സ് അനൗൺസ് ചെയ്യുമായിരിക്കും. WBTSന്റെ ഏറ്റവും വലിയ ഒരു പ്രോഫിറ്റബിൾ വർക്ക് തന്നെയാണ് വാഴ 2. ഇത് വർക്ക് തന്നെയായിരിക്കും. അതെ. WBTSന്റെയും കൂടെയുള്ള ബാക്കി എല്ലാവരുടെയും പ്രോഫിറ്റബിൾ വർക്ക് തന്നെയായിരിക്കും. അതെ അതെ. വാഴ 3 ഉണ്ടെങ്കിൽ കാസ്റ്റ് ആരായിരിക്കും? അത് അവർ ഡിസൈഡ് ചെയ്തിട്ടില്ല. കാര്യം ഇതിപ്പം മനസ്സിൽ ഇങ്ങനെ വാഴ 3 ചെയ്യാം എന്ന് ആലോചിച്ചിട്ടേ ഉണ്ടാകത്തുള്ളൂ. ഡയറക്ടർ സവിൻ ആയിരിക്കില്ല. നമ്മളെപ്പോഴും നമ്മൾ ഈ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യുന്നത് WBTS വിപിൻ ആണ്. ഇതൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഡയറക്ടർ, ടെക്നീഷ്യൻ എല്ലാം അവർ ഇങ്ങനെ ഫിക്സ് ചെയ്യാറുണ്ട്. അപ്പം കഴിഞ്ഞ തവണ ഇപ്പോൾ സവിൻ ചെയ്തെങ്കിൽ അടുത്ത തവണ സവിൻ്റെ അസോസിയേറ്റഡ് നിൽക്കുന്ന ഒരാളുണ്ടാവും. അപ്പോൾ അങ്ങനെ കൊടുക്കും. അപ്പോൾ അതുപോലെ DOPs ഒക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ ഇത്തവണ DOP അടുത്ത പുള്ളിയുടെ അസോസിയേറ്റ് ആയിരിക്കും. ഇപ്പോൾ വ്യസന സമയത്തിൻ്റെ DOP ആയിരുന്നു അപ്പുവിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു അന്ന് ഈ അഖിൽ ലൈലാസുരൻ. അപ്പോൾ അടുത്ത സിനിമ വന്നപ്പോൾ അഖിൽ ലൈലാസുരൻ DOP ആക്കി, അപ്പു തൊട്ട് താഴെ വർക്ക് ചെയ്യും, അസോസിയേറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ അവരങ്ങനെ ടീമാണ്, അങ്ങനെ ഈഗോ ഒന്നുമില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അസോസിയേറ്റ് ചെയ്യും, പരസ്പരം ഒരാൾ DOP മറ്റൊരാൾ അസോസിയേറ്റ് അങ്ങനെ വർക്ക് ചെയ്യും. അപ്പോൾ ഇതിലിപ്പോൾ അപ്പു അസോസിയേറ്റ് ആയിരുന്നു, ലൈലാസുരൻ DOP ആയിരുന്നു. അപ്പോൾ അടുത്ത വാഴയിൽ ചിലപ്പോൾ അപ്പു ആയിരിക്കും DOP, എനിക്കറിയില്ല. അത് അങ്ങനെ ടീമിൽ അവർ എല്ലാവർക്കും ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ഒരു സ്പേസ് അവിടെ കൊടുക്കുന്നുണ്ട്. അതെ, അങ്ങനെ ഒരു ടീം ഉള്ളതുകൊണ്ടാണ് അവിടെ അങ്ങനെ പോകുന്നത്. വിപിൻ്റെ ടീമാണ് പുള്ളിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സ്ട്രോങ് ടീം, റൈറ്റിംഗ് ടീമായാലും ഡയറക്ഷൻ ടീമായാലും നല്ല ടീമാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ WBTSന്റെ സക്സസിൻ്റെ രഹസ്യവും അത് തന്നെയാണ്. ഈ ടീം ഫോർമേഷൻ എങ്ങനെയാണ്? അപ്പോൾ ചുമ്മാ ഒരു ടീം ഉണ്ടാവില്ലല്ലോ. അല്ല, അതിപ്പോൾ എനിക്കൊന്ന് ജെ തൊട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളാണ് സവിൻ. അപ്പോൾ അങ്ങനെ ചിലവർ ഗുരുവായൂരിൽ ഒന്ന് ജോയിൻ ചെയ്തവരുണ്ട്. അപ്പോൾ അങ്ങനെ ഓൺ ദി വേ പുള്ളിയുടെ കൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വാഴയിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരും ഉണ്ട്, കുറച്ച് 1-2 പേരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ കൂടെ നല്ല കഴിവുള്ളവരാണെങ്കിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോവുകയും അവർക്കും ഇതൊരു ലേണിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു ഫിലിം മേക്കിംഗ് വിപിൻ്റെ കുറച്ച് പഠിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ നമുക്കുൾപ്പെടെ പ്രൊഡക്ഷനിൽ നിൽക്കുന്നതൊക്കെ ഇപ്പോൾ എനിക്കായാൽ പോലും ഞാൻ ഇപ്പോൾ സിനിമയിലിപ്പം ഞാൻ ഇതിന് മുന്നേ സിനിമയിൽ വർക്ക് ചെയ്ത് 2014 അഞ്ജലി മേനോൻ്റെ കൂടെ ബാംഗ്ലൂർ ഡേയ്സിൽ, അമൽ നീതൻ്റെ കൂടെ യോബിനൊക്കെ അവിടെ ഞാൻ മാർക്കറ്റിംഗ് ആണ് നോക്കിയിരുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നോക്കിയിരുന്നത്. പക്ഷേ അപ്പം ഞാൻ മനസ്സിലാക്കിയിരുന്ന സിനിമ അല്ല ഞാനിപ്പോൾ ഇവരുടെ അടുത്ത് വരുമ്പോൾ ഞാൻ കാണുന്ന ഫിലിം മേക്കിംഗ്. അപ്പോൾ അതിനൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു ലേണിംഗ് പ്രോസസ്സാണ്. സിനിമയുടെ കാലാവസ്ഥ അനുസരിച്ച് സിനിമ മാറുക. കാലാവസ്ഥ മീൻസ് ഈ തിയേറ്ററിൽ ഉള്ള അറ്റ്മോസ്ഫിയർ. നമ്മൾ ഈ പറഞ്ഞ ജെ ഇറക്കുമ്പോൾ ഉള്ള പോലത്തെ അറ്റ്മോസ്ഫിയർ അല്ല, തിയേറ്റർ അറ്റ്മോസ്ഫിയർ അല്ല ഇപ്പോൾ തിയേറ്റർ. ഇതെല്ലാം മാറുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വ്യസന സമേതം ചെയ്യുമ്പോൾ അങ്ങനെ അത് ലേൺ ചെയ്തു. കാര്യം കണ്ടന്റ് മാത്രം പോരാ, അതിനകത്ത് തിയേറ്ററിൽ വരാനുള്ള ഒരു
സ്റ്റാറോ അല്ലെങ്കിൽ തിയേറ്ററിൽ വരാനുള്ള ഒരു കണ്ടന്റ് മെറ്റീരിയലോ ഒക്കെ അതിനകത്ത് ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഈ ഡിജിറ്റൽ OTT പ്ലാറ്റ്ഫോംസിൻ്റെ ഒരു ഇത് കാരണം നമ്മൾ അവിടെ നമുക്ക് പോയി പിന്നെ വാച്ച് ചെയ്യാം, സമയമുണ്ടല്ലോ, തിയേറ്ററിൽ നിന്ന് മിസ് ഔട്ട് ആവും എന്നുള്ളൊരു ഫിയർ വരണം. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ എനിക്കത് മിസ്സാവും എന്നൊരു ഫിയർ വരുന്ന രീതിയിൽ എന്തോ കുറച്ച് കുറവ് വരുന്നത്. അപ്പം അങ്ങനെ അതിപ്പം അത്തരം സിനിമകളാണ് ഇപ്പം അങ്ങനെ അത്രയും വലിയ വിജയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം 7 ദിവസം കൊണ്ടാണോ നിങ്ങൾ 100 കോടി അടിക്കുന്നത്? 7 ദിവസം കൊണ്ട്. അതെ 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 അതെ. സി മലയാളത്തിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് കണ്ടന്റ് ആണ് ഇത്, സ്റ്റാർ കാസ്റ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളൊരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫൈനൽ ഗ്രോസ് എത്രയായിരിക്കും? അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഇപ്പം ഇല്ല ആക്ച്വലി. അപ്പം ഇപ്പം കാര്യം നമ്മളോട് വന്ന ആൾക്കാർ ഇപ്പം ഞാൻ അല്ല 200 ആകുമോയെന്ന് അറിയില്ല. കാര്യം ഇനി വരാൻ പോകുന്ന സിനിമകളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സക്സസ്സും കൂടെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും ഉറപ്പായിട്ടും. കാര്യം ഇനിയിപ്പം ഇതിപ്പം നമ്മുടെ നാട്ടിൽ ഒന്ന് ഇത് വാർത്തയാകുമ്പോൾ അടുത്ത വാർത്ത വന്ന് അടുത്ത വാർത്തയിലോട്ട് ആൾക്കാർ പോകുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ട്രെൻഡ് നിൽക്കുന്നില്ല. ട്രെൻഡ് നിൽക്കില്ല. കാര്യം അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം എൻ്റെ കണക്കൂട്ടിൽ എന്തായാലും 150 ക്രോസ് ചെയ്യും എന്നുള്ളത് എനിക്കൊരു ഉറപ്പുണ്ട്. കാര്യം ഇപ്പോൾ തന്നെ ഇന്നും ടിക്കറ്റ് കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് അവൈലബിൾ ആവുന്ന ഒരു അവസ്ഥയിലോട്ട് ഇനി പോകാനുണ്ട്. ഈസിലി അവൈലബിൾ ആവുന്ന ആ അവസ്ഥ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈസിലി 150 വേൾഡ് വൈഡ് ഗ്രോസ് പോകുമായിരിക്കും. പക്ഷേ എനിക്കതിനെക്കുറിച്ച് അത്രയും ആധികാരികമായിട്ട് പറയുന്നേക്കാളും ഞാൻ കേട്ടത് ഇപ്പം നമ്മുടെ ഈ ഷെണായിസ് തിയേറ്ററിൻ്റെ ഒക്കെ ഓണേഴ്സിൻ്റെ ഒക്കെ കമൻറ്റ് കണ്ടായിരുന്നു. പുള്ളി പറയുന്നത് ഫ്രം കേരളത്തിൽ നിന്ന് മാത്രം 100 ക്രോസ് കിട്ടുമെന്ന് പുള്ളി. അപ്പോൾ അതൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അതെ 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 അതെ. അപ്പോൾ ഞാനിത് പറഞ്ഞ പോലെ എനിക്കൊന്നും ഇപ്പം ഞാൻ നമ്മുടെ മാജിക് ഫ്രെയിംസിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഫ്രണ്ടാണ് സന്തോഷ്. പുള്ളിയായിട്ട് ഞാനിന്ന് രാവിലെ സംസാരിച്ച് ഞാൻ ചോദിച്ചു, ചേട്ടൻ്റെ ഒരു അറിവിൽ ഇത് എത്രത്തോളം പോകും സാധ്യത? ഈസി ആയിട്ട് 150 മേലെ പോകും എന്ന് പുള്ളിയും പറയുന്നുണ്ട്. അപ്പം ബൈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ട് 150-നും 200-നും ഇടയ്ക്കുള്ള ഒരു സാധനത്തിൽ ഗ്രോസ് കളക്ഷൻ വരുമെന്ന് തോന്നുന്നു. ഈ GCC തിരിച്ചടി ആയോ ശരിക്കും? GCC തിരിച്ചടി ആയതായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ മേളിൽ കളക്ഷൻ ഉണ്ട്. അതെ. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ലോസ് ഉണ്ടല്ലോ, എക്സ്പെക്ട് ചെയ്ത ലോസിൻ്റെ മേളിൽ കളക്ഷൻ കയറിക്കൊണ്ടിരിക്കുകയാണ് പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അതൊരു ഇതായിട്ട് തോന്നുന്നില്ല. ഈ സിനിമയെ പറ്റി ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഇതിൻ്റെ ആൽബംസും കൂടെ സംസാരിക്കണം. ഏകദേശം എത്ര മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്? എനിക്കൊന്ന് 12-10 ഉണ്ട്. 10-12 ആണ്. അത് എല്ലാത്തിനും ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന പാട്ടുകളുണ്ട്. അതെ അതെ അതെ. ക്രോസ് ഓവേഴ്സ് ആയിട്ട് കൊണ്ടുവന്ന ആ 2 പാട്ടുകളും അടവമാലയായാലും ഓരോന്നിനും തൂക്കിയൊക്കെ ഭയങ്കര രസമായിട്ട് ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിന്റെ മ്യൂസിക് പ്രോസസ് എങ്ങനെയായിരുന്നു? മ്യൂസിക് പ്രോസസ് ആസ് യൂഷ്വൽ വാഴ ഫ്രാഞ്ചൈസി എപ്പോഴും ചെയ്യുന്നത് ഇവർ കളക്ട് മ്യൂസിക് ഫ്രം ഡിഫറെൻറ്റ് പീപ്പിൾ എന്നുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ അതിന് ഓഡീഷനും വെക്കാറുണ്ട്, മ്യൂസിക് ഓഡീഷനും എല്ലാവർക്കും പാട്ട് അയച്ചു തരും. അതായത് പാട്ട് ക്ഷണിക്കുന്നു എന്നിട്ട് ഇടുമ്പോൾ ആൾക്കാർ പാട്ട് അയച്ചു തരുന്നു. ആ പാട്ടിൽ നിന്ന് കുറേ പേർ സെലക്ട് നല്ല കഴിവുള്ളവരെ നോക്കി സെലക്ട് ചെയ്യുന്നു. അവരെടുത്ത് നമ്മൾ പറഞ്ഞ് പാട്ട് ചെയ്യിപ്പിക്കുന്നു. പിന്നെ ഒബ്വിയസ്ലി അങ്കിത് മേനോൻ ആണ് നമ്മളുടെ മ്യൂസിക് സൂപ്പർവിഷൻ ഫുൾ നോക്കുന്നത്. അങ്കിത് മേനോൻ വിപിനുമായിട്ട് ഒരുപാട് നാളത്തെ സുഹൃത്ത് ഉള്ള ഒരു ആളാണ്. അപ്പം അങ്കിത് മേനോൻ്റെയും കൂടെ ഫൈനൽ കൺസൾട്ടേഷൻ എടുത്തിട്ടാണ് ഒരാളെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഓരോ മ്യൂസിക്കും അങ്കിത് മേനോണ്ട് നമ്മൾ ഫൈനൽ ഒരു ഇതെടുക്കും. അപ്പോൾ ഇത്തവണ അതുപോലെ നമ്മൾ ഈ കഴിഞ്ഞ തവണ ചെയ്ത മറ്റേ ഹാറ്റ് സ്മിത്ത്, രജത് പ്രകാശ് അതാണ് പുള്ളി പേര്. അതെ, ഹാറ്റ് സ്മിത്ത് എന്നൊരു പേരുണ്ട്. പുള്ളി കഴിഞ്ഞ തവണ മറ്റേ ഒരു അതിമനോഹരം എന്നൊരു സോങ് ചെയ്തു. ഇത്തവണ വാനില ചെടിയെ പുള്ളി ചെയ്തു. അപ്പം പുള്ളി നമ്മൾ വീണ്ടും ചിലവരെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും മൊത്തത്തിൽ ഈ പറഞ്ഞ 10 പേരുടെയൊന്നും പാട്ട് വായിക്കുന്നു. 10 പേരുടെയും പാട്ട് 10 സ്റ്റൈലിൽ അവർക്കെല്ലാം സീൻ അയച്ചു കൊടുത്തിട്ട് അതിന് സീനിനനുസരിച്ചിട്ടുള്ള പാട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ വേറൊരു എന്താണ് ഹിറ്റടിക്കാൻ വേണ്ടിയ നമ്പേഴ്സ് അങ്ങനെയൊന്നുമല്ല. എല്ലാ സീൻ അവർക്ക് കൊടുത്തിട്ട് ആ സീനിന് മാച്ചിങ് ആയിട്ടുള്ള, ഇപ്പം ഈ എന്തൊക്കെയാടാ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന് പാട്ടിറങ്ങിയപ്പോൾ നമുക്ക് ഭയങ്കര ട്രോളും നമ്മൾ വിചാരിച്ച പോലത്തെ സാധനമല്ല. പക്ഷേ അത് സിനിമയെ കണ്ടപ്പോൾ ഭയങ്കര രസമുണ്ട്. കാര്യം അത് ആ വിഷ്വലിന് വേണ്ടി ചെയ്തിരിക്കുന്ന പാട്ടാണ്. അപ്പോൾ അങ്ങനെ അടി ബൊമ്മല ആയാലും അത് വിഷ്വലിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അടി ബൊമ്മല മാത്രം കേട്ടാൽ ചിലപ്പോൾ ആൾക്കാർ ഇതെന്ത് പാട്ടാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആ സീൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര രസം. അപ്പം സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള മ്യൂസിക് ചെയ്യുക എന്ന പരിപാടിയാണ് ചെയ്യാറുള്ളത്. ഇപ്പം ഈ പാർവതീഷിനെ എടുത്ത് പറയേണ്ട ഒരു പേരാണ്. പാർവതീഷിനകത്ത് ഒരു കമ്പോസർ പുള്ളിയാണ് മറ്റേ മകനെ എന്ന പാട്ട് ആ ഫസ്റ്റിൽ ചെയ്തത്. ഇപ്പം ആ ക്രോസ് ഓവർ പാട്ടും പുള്ളിയാണ് ചെയ്തത്. അത് എനിക്ക് BK ഹരിനാരായണന്റെ വരികൾക്ക് പുള്ളിയാണ് ആ ഒരു അതെ അതെ. കാര്യം അത് എനിക്ക് തോന്നുന്നു ഈ പാർവതീഷ് അങ്ങനെ അധികം അറിയപ്പെട്ട് ആൾക്കാർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാർ സംസാരിച്ച് തുടങ്ങി. കാര്യം വാഴ 1 ഇറങ്ങിയപ്പോഴും അങ്ങനെ സംസാരിച്ചില്ല. കാര്യം ആ പാട്ട് ഓൾവേസ് കേൾക്കുമ്പോൾ നമുക്ക് ഒരു നൊമ്പരമാണ് ആ പോർഷൻ എത്തുമ്പോൾ, എങ്ങനെ എപ്പോൾ കേട്ടാലും. അത്രയും ഞാൻ ഇടയ്ക്ക് വിപിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത്രയും ഒരു കേരളത്തിലെ ചരിത്രത്തിൽ നോക്കിയാൽ എപ്പോഴും ഉണ്ടാകുന്ന പാട്ടുകളിൽ ഒരു സ്ഥാനമുള്ള പാട്ടായിരിക്കും ഈ മകനെ പാട്ട്. അങ്ങനെ പാട്ട് കമ്പോസ് ചെയ്ത ഒരു പാർവതീഷ് വേണ്ട രീതിയിൽ
സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ ഒരു ദിവസം വണ്ടി കാറിൽ ഇരുന്നപ്പോൾ വിപിനോട് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ സിനിമ ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇനി മാറും തോന്നുന്നു. അതെ, ഇപ്പോൾ എല്ലാവരും അത് തിരിച്ചറിയുന്നുണ്ട്. പുള്ളിയുടെ എഫേർട്ടിൻ്റെ ഒരു വാല്യൂ പുള്ളി കൊടുത്ത് മലയാളം ഇൻഡസ്ട്രിക്ക്. നമ്മളെ ക്ലൈമാക്സ് പോർഷനൊക്കെ എത്തുമ്പോൾ കരയാതെ പിടിച്ച് നിന്നിട്ട് എത്ര ക്രോസ് ഓവർ കയറുമ്പോൾ അപ്പം നമ്മൾ പൊട്ടും. അതെ സീനിൽ എത്തുമ്പോൾ ആ കെട്ടിപ്പിടിക്കുമ്പോഴാണ് അതെ ആ ക്രോസ് ഓവർ കയറുന്നത്. അതെ 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 അത് നമുക്ക് പറയുമ്പോൾ തന്നെ രോമാഞ്ചമാണ്. അത് ആ ഒരു പരിപാടി. അതെ 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 അതവരെ പിടിച്ചിരിക്കാം. അതെ അതെ അതെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ആ ലാസ്റ്റ് വാഴ ടീമായിട്ട് ക്രോസ് ഓവർ വെച്ചത് കൊണ്ട് ഒരു തമാശയില്. അപ്പൊ ഞാൻ ഇത് ആ ഒരു സാധനം മാത്രം വിപിൻ വീട്ടിൽ മ്യൂസിക് ഡയറക്ടറെ കൂടെ വീട്ടിൽ കൂടെ ഇരുത്തിയാണ് അത് ആ പോർഷൻ കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം സവിനും വിപിനും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് എനിക്ക് കുറച്ചൊന്ന് കാണിച്ചു തരാമെന്ന് ഇതൊന്ന് കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ ഞാനത് കണ്ട് എൻ്റെ കിളി പോയി. ഞാൻ പറഞ്ഞിട്ട് എനിക്കിത് എക്സൈറ്റ്മെൻറ്റ് സഹിക്കാൻ പറ്റുന്നില്ല, ഞാനൊന്ന് ഹെയർ സ്റ്റേഷനെ വിളിച്ച് പറഞ്ഞോട്ടെ വിളിച്ച് പറഞ്ഞോ. അപ്പം ഞാൻ പറഞ്ഞ ഹെയർ സ്റ്റേഷനെ വിളിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനൊരു പരിപാടി ഉണ്ട്, ഇത് വൻ പരിപാടിയാണ്, നിങ്ങളിത് ഞെട്ടാ പോവുകയാണെന്ന് പറഞ്ഞ് ഇത് ആഴത്തെങ്കിലും പറയാതിരിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് രസമുണ്ട് എന്ന് ഞാൻ അന്ന്. അതെ 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 അങ്ങനെ ഞാൻ പുള്ളിയെ വിളിച്ച് പറഞ്ഞതായിരിക്കും ഓർക്കുന്നത്. പക്ഷേ അത് ശരിക്കും തിയേറ്ററിൽ വന്നപ്പോൾ അത് വളരെ കറക്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അത് എനിക്ക് എഡിറ്ററിന് ഭയങ്കര റോൾ ഉണ്ടെന്ന്. അതെ അതെ അതാ ഞാൻ പറഞ്ഞത്. ഈ സിനിമയുടെ ഇതിൻ്റെ ഒരു 4 പേരെന്ന് പറഞ്ഞപ്പോൾ വിപിൻ, സവിൻ, കണ്ണൻ, DOP ഈ 4 പേരും കൂടെ ആ ടെക്നിക്കലി അതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ വെൽ പാക്ഡ്. നമ്മൾ ഈ കാഴ്ചക്കാർ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇതിൽ ഇമോഷണലി കണ്ടിറങ്ങി പോകുന്നതിൻ്റെ രഹസ്യം ഇവരുടെ ഈ കോമ്പിനേഷനിലെ വർക്കാണ്. അത് നമുക്ക് പെട്ടെന്ന് എടുത്ത് അറിയാൻ ആരും പെട്ടെന്ന് പറയുന്നില്ലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട അതാണ്. എഡിറ്റിങ്ങും ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ക്യാമറയും ഇതെല്ലാം ഭയങ്കര സിങ്കായിട്ട് പോയിട്ടുണ്ട്. പിന്നെ മണിച്ചേട്ടൻ്റെ ആ ഒരു പാട്ട് ഞാൻ ഒരു ഫോട്ടോ അല്ല അത് വിപിൻ്റെ ഐഡിയ ആയിരുന്നു തോന്നുന്നു എൻ്റെ ഓർമ്മ. പക്ഷെ അപ്പം സവിനും പക്ഷേ പുള്ളി ഇത് കേട്ട നമ്മളെല്ലാ കാര്യവും ആസ് എ ഡയറക്ടർ സവിനോടത്ത് ഇവിടെ കൺഫർമേഷൻ എടുത്തിട്ടാണ് ചെയ്തത്. സവിനും കൂടെ ഓക്കെ ആവുന്ന രീതിയിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ എപ്പോഴും. ഇതൊരു ടീം വർക്ക് ആയതുകൊണ്ട് നമുക്ക് അതിനകത്ത് വേറെ കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ മറ്റ് ചില സിനിമകളിൽ അങ്ങനെ റൈറ്റർ ഒരാളിൽ നിന്ന് വരുന്നതായിരിക്കാം, ഡയറക്ടർ വേറെ. അപ്പം ഇവിടെ അങ്ങനെ ഇതെല്ലാം ഇവർ ഒരുമിച്ച് ടീമാണല്ലോ, ആൾറെഡി ഒരു ടീമായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ ചെയ്യുന്ന കാരണം നല്ല സജഷൻസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും കൂടെ പറയും. ഇപ്പം എനിക്ക് ഉൾപ്പെടെ സജഷൻ പറയാൻ പറ്റുമോ, ഇങ്ങനെ ഈ സാധനം കണ്ടിട്ട് വർക്കായില്ല, അല്ലെങ്കിൽ ഇത് കൊള്ളാം, ഇങ്ങനെ സാധനം വന്നാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നല്ലത് അവരെടുക്കും, അതാണ് എൻ്റെ ഒരു ക്വാളിറ്റി. അപ്പോൾ അങ്ങനെ എനിക്കൊന്നു ഈ പാട്ട് വെച്ചതാണ്. പക്ഷെ അതും ഭയങ്കര രസമായിട്ടുണ്ട്. കലാഭവൻ മണി കേരളം മുഴുവൻ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ കേരളം മുഴുവൻ ആരാധിക്കുന്ന ഒരു മനുഷ്യനല്ലേ. അപ്പം പുള്ളിയുടെ ഒരു പാട്ട്, ഈ പാട്ടാണെങ്കിൽ അധികം നമ്മൾ കേട്ടിട്ടില്ല. ഇതിന്റെ വേറൊരു പോർഷൻ കേട്ടേക്കുന്നത്. അതെ അതെ അത് കുറച്ച് പുതുമയായിരുന്നു. അതെ അതെ അത് ഇൻട്രൊഡക്ഷൻ സോങ് അതെ അതെ അങ്ങനെ അങ്ങ് തുടങ്ങുവാണ്. അപ്പോൾ അവിടെ അടിയിൽ അങ്ങ് തുടങ്ങും. അപ്പോൾ ആ പാട്ട് ഒരു രസമായിട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ട് ആ സീനിന്. അപ്പോൾ അങ്ങനെ അത് വെച്ചതാണ്. തിയേറ്റർ റെസ്പോൺസുകളെക്കാൾ ഉപരി തിയേറ്ററിൽ പോയി വിസിറ്റ് ചെയ്ത് കിട്ടുന്ന പൾസ്. ഞാൻ പറയുന്നത് ആളുകൾക്കിടയിൽ നിങ്ങൾ പോകുന്നു, സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് നിങ്ങളുടെ POV അറിയാൻ കൊള്ളാവുന്നുണ്ട്. അവരിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസിൽ നിങ്ങളുടെ ടീമിൽ എന്താ സംസാരിക്കും? അല്ല, അതിൽ ഭയങ്കര സർപ്രൈസ്ഡും ഭയങ്കര ഇമോഷണലാണ് ആൾക്കാർ. നമ്മുടെ ടീം മുഴുവത്തിൽ, അതായത് സവിനായാലും വിപിനായാലും ഹാഷിറിൻ ടീമായാലും അവരെല്ലാവരും അതിൻ്റെ അവരുടെ ഇമോഷൻസ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇത്രയും ടച്ചബിൾ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഇമോഷൻസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ഒരു ദിവസം ഞാൻ വേറൊരു ഇൻ്റർവ്യൂ പറഞ്ഞു, ഞങ്ങൾ അൽഫോൻസ് പുത്രൻ്റെ കൂടെ ഞങ്ങൾ സിനിമ കണ്ടിട്ട് പത്മ തിയേറ്ററിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടി തോളിൽ കിടന്ന് കരയുവാണ്. അപ്പോൾ എന്താ കാര്യം ഞാൻ പോയി അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് പുള്ളിക്കാരിക്ക് സിനിമ കണ്ട് ഇമോഷൻ ആയതാണ്. ബ്രദർ ഉണ്ടായിരുന്നു, ബ്രദറുമായിട്ട് ഇങ്ങനെ ചെറിയൊരു കോൺഫ്ലിക്റ്റിലായിരുന്നു. ആ ഒരു ഇതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്ന് കരഞ്ഞതാണ്. അപ്പം ഇങ്ങനെയുള്ള ഇപ്പം അപ്പോൾ അങ്ങനെ കുറേ പേര് ഇപ്പോൾ നമ്മൾ കണ്ടിടത്ത് പറഞ്ഞു, ഇപ്പം ചേട്ടൻ വിളിച്ചു, അല്ലെങ്കിൽ അനിയൻ വിളിച്ചു, ഉണ്ടായിരുന്ന ചേട്ടനെ വിളിച്ചു, അനിയൻ വിളിച്ചു എന്ന് പറയുന്നു. അല്ലെങ്കിൽ ചിലർക്ക് ഈ ഫാദർ പെട്ടെന്ന് ഈ ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് അങ്ങനെ അവർക്കും കണക്ഷനായി. അപ്പോൾ ഇത് അതെ, അവർക്ക് അങ്ങനെ കണക്റ്റഡായി. സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച് അടിയൊക്കെ നടന്ന കുട്ടികൾക്ക് അങ്ങനെ അവരിപ്പം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട് പറഞ്ഞു അവരുടെ സ്കൂൾ റീയൂണിയൻ സ്കൂളിൽ വെച്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഇത് കണ്ടിട്ട്. പഴയ സ്കൂളിൽ തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഇത് എല്ലാ രീതിയിലും ആൾക്കാർക്ക് കണക്റ്റ് ആവുകയും അവരുടെ ഒരു എക്സ്പ്രഷൻസ് ഇങ്ങനെ നമ്മൾ നേരിട്ട് കാണുകയും ചെയ്യുമ്പോൾ ഈ ടീം മൊത്തത്തിൽ നമ്മുടെ ബിഹൈൻഡ് ദ സീൻ വർക്ക് ചെയ്ത എല്ലാവർക്കും ഈ പിന്നെ ഫ്രണ്ടിൽ നിന്ന് ആഷിറിൻ ടീം അവരാരും ഇത്രയും ഒരു സ്നേഹം എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ അതിൽ അവർ ഭയങ്കര ഹാപ്പിയാണ്.
ഇത് ഒറ്റ ഇമോഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് അതിൽ മാത്രമായിട്ട് നിൽക്കാം. ഇത് നിങ്ങൾ പലതും കണക്ട് ചെയ്തിട്ടുണ്ട്. ബില്യൺ ബ്രോസ് എന്ന് പറഞ്ഞാൽ പോലും ഇതങ്ങനെ സഹോദരങ്ങളുടെ മാത്രമല്ലല്ലോ, നിങ്ങൾ അതിനിടയിൽ വിനായകന് വേണ്ടി മാത്രമായിട്ടൊരു ഇതിനകത്ത് വേറൊരു കണക്ഷൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ രവീന്ദ്രനെ കൊണ്ടുവന്ന ഞാൻ മിസ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. ആ ഒരു സീക്വൻസും അതിന്റെ ഡയലോഗ്സിനെ പറ്റി എന്തെങ്കിലും ധാരണ ഉണ്ടോ നിങ്ങൾ അവിടെ? അത് ആ കാസ്റ്റിംഗ് ഉൾപ്പെടെ ഒന്ന് പറയോ, അത് എങ്ങനെയാണ് രവീന്ദ്രൻ ചേട്ടനെ കൊണ്ടുവരാനുള്ളത്? എനിക്കൊന്നും അത് ഒരുപാട് കാസ്റ്റിംഗ് ആലോചിച്ചിട്ട് പിന്നെ രവീന്ദ്രൻ ചേട്ടനോട്ട് എത്തിയതാണ്. വിപിനും സവിനും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് പുള്ളിയിലോട്ട് എത്തിയാണ്. പുള്ളിയുടെ പരിപാടി ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, വർക്കാവും എന്നുള്ളത് അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അത് എനിക്ക് സംശയമുണ്ട്. ഞാൻ ചോദിച്ചിട്ട് വർക്കാവുമോ, നമ്മൾ പുള്ളിയെ വെച്ച് ചെയ്താൽ, അല്ലെങ്കിൽ പുള്ളി വളരെ സീനിയർ ആക്ടറാണ്, ഇവർ കുട്ടികളാണ്, ഇവരുടെ കൂടെയാണ് ഇവർ ഫണ്ണ് വെക്കുന്നത്. അപ്പോൾ അതെ, പക്ഷേ പുള്ളി വളരെ അടിപൊളിയായിട്ട് ഇവരുടെ ഒപ്പം ഇവർ ദുബായിൽ ചെന്നപ്പോൾ ഇവരിൽ ഒരാളായി മാറി പുള്ളി അത് വർക്ക് ചെയ്തു. പുള്ളി ഒറിജിനൽ ആ വൈബാണ്, പുള്ളി ഭയങ്കര പോസിറ്റീവ് വൈബാണ് പുള്ളിക്കാരൻ. അപ്പോൾ ഇവർക്ക് അത് നന്നായി ഷൂട്ട് ചെയ്യാൻ പറ്റി, രസമായിട്ട് പോയി. അതിൽ അജിൻ്റെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര എടുത്ത് പറയത്തക്ക. നമ്മുടെ ടീമിലെ റൈറ്റേഴ്സ് എഴുതിയതാണ്, ഡയലോഗ് റൈറ്റേഴ്സ് എഴുതി കയറ്റിയതാണ്. അത് ഉണ്ടാവും, ഉറപ്പായിട്ട് ഉണ്ടാവാറുണ്ട്. കാര്യം അത് നമ്മളെ ടീമിലെ നമ്മൾ എഴുതുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അതിപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ എൻഹാൻസ്മെൻറ്റ് അതിനകത്ത് ഉണ്ടാവാറുണ്ട്. അത് സവിൻ, അതാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് വിപിൻ അങ്ങനെ ഡയലോഗ് പറഞ്ഞത്. ഞാൻ എഴുതിയതിൻ്റെ മുകളിൽ സവിൻ ഷൂട്ട് ചെയ്തു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എഴുതി കൊടുത്തതിനെ കുറച്ചുകൂടെ മനോഹരമാക്കി അതിൻ്റെ ഇംപ്രവൈസേഷൻ ചെയ്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ ഇപ്പം കുട്ടികളാണെങ്കിലും ഇവരെല്ലാം പുതിയ ആൾക്കാരാണെങ്കിലും വിപിനും ടീമും ഒക്കെ അവരുടെ അടുത്ത് നിന്ന് ഇൻപുട്ട് എടുക്കാറുണ്ട്. അവരുടെ അടുത്തും സജഷൻ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡയലോഗ്സ് ആഡ് ചെയ്യാനുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ പറയാനുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം അവർ ന്യൂ ഏജ് ആൾക്കാരാണല്ലോ, അപ്പോൾ അവരുടെ ഇൻപുട്സ് കൂടെ അത് കേട്ട് അവരുടെ അഭിപ്രായം കേട്ട് ഇപ്പം ചിലത് അവർ പറഞ്ഞിട്ട് അത് വർക്കാവോ സംശയമുണ്ട്. പക്ഷേ ചിലത് അവർക്ക് നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ലാതെ വർക്ക് നീ ചെയ്തോ അത് കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ ശരിയായി വന്നതുകൊണ്ട് ചിലത് അവർ പറഞ്ഞത് ചെയ്തത് നന്നായി വന്നിട്ടുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. അജിൻ്റെ പോർഷൻ എനിക്കൊന്ന് അവിടെ ഡയലോഗ് കൊടുത്തു, പക്ഷേ നിങ്ങളുടെ ഇഷ്ടത്തിന് അത് പറഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെ സ്റ്റൈലിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനത് ഭയങ്കര അതിമനോഹരമായി പെർഫോം ചെയ്തു. അതാ പറഞ്ഞത്, ആ 4 പേരും നമ്മൾ കൊടുത്തതിൻ്റെ മുകളിൽ പെർഫോം ചെയ്തു, അവർ ഡെലിവർ ചെയ്തു. അവർ അതിനുവേണ്ടി എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ ഡെലിവർ ചെയ്തുകൊണ്ടാണ് സിനിമ അങ്ങനെ ഇരിക്കുന്നത്. അതിൽ നിങ്ങൾ പോലീസുകാരനായിട്ട് കൃഷ്ണപ്രസാദിനെ കൊണ്ടുവരാൻ നിങ്ങളുടെ കാസ്റ്റിംഗ് വേറെ രസമുണ്ട്. നമ്മളങ്ങനെ പെട്ടെന്ന് ഇവർ വരുമ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു സീൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും. ഇപ്പൊ അജിനായാലും നിങ്ങൾ ആ സീൻ കൊടുത്തായാലും, ഇപ്പൊ കൃഷ്ണനായാലും നിങ്ങൾ ആ സീൻ കൊടുത്തായാലും, ഓരോരുത്തർക്കും നിങ്ങളൊരു സീൻ അല്ലെങ്കിൽ ഒരു സീക്വൻസ് അവരുടേതാക്കി കൊടുക്കാൻ വേണ്ടി, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അമീൻ യു റെസ്പെക്റ്റഡ് ഓൾ. അതെ, നമ്മൾ അങ്ങനെയാണ് അവരെ വിളിക്കുന്നത്. അവരിൽ ഒരു സാധനമുണ്ട്, അപ്പോൾ അവരെ വെച്ചത് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളൊരു, അല്ലാതെ വെറുതെ നമ്മളുടെ സിനിമയ്ക്ക് ഒരു വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മുഖങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യാറില്ല. എപ്പോഴും നമ്മൾ ഈ നമ്മുടെ വിപിനും ടീം, നമ്മൾ WBTSൻ്റെ നമ്മൾ പുറത്ത് പറയുമ്പോൾ നമ്മൾ പലയിടത്തും പറയുന്ന കാര്യമാണ്, നമ്മൾ ന്യൂ ടാലൻസിനെ ഡിസ്കവർ ചെയ്യുന്നു, അല്ലെങ്കിൽ കാസ്റ്റിംഗ് ഭയങ്കര അടിപൊളിയാണ്. ഇപ്പം വ്യസന സമയത്ത് ഇറങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു, അതിൻ്റെ കാസ്റ്റിംഗ് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ കാസ്റ്റിംഗ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് വിപിനും ടീമും എല്ലാം. അതിപ്പോൾ എപ്പോഴും ഈ മാക്സിമം ഓഡിഷനിൽ കൂടെയാണ് ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സിനിമയ്ക്കായാലും വാഴയ്ക്കായാലും ഹാഷൻ ടീം പോയിട്ട് ബാക്കി ഒരുപാട് പേരെ ഓഡിഷൻ എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഗുണം അതായത് സിനിമയിൽ കാണുന്നുണ്ട്. ഒരു പാൻ ഇന്ത്യൻ ബ്രാഞ്ചിന് ആ പുള്ളിയെ നിങ്ങളൊരു ക്യാമിയോ വേസ്റ്റിൽ കൊണ്ടുവന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു, മറ്റേ പാൻ ഇന്ത്യൻ ബ്രാഞ്ച്. മനസ്സിലായി, പക്ഷേ അത് സിനിമയിലല്ലോ. ഉണ്ടായിരുന്നോ? അതെ മറ്റേ നടന്നു പോകുന്ന പുള്ളി. ഓക്കെ നമ്മുടെ ശരത് അയ്യപ്പൻ. ഓക്കെ അതെ ഞാൻ പെട്ടെന്ന് ശരത്ത് നമ്മളെ കൂടെ വ്യസന സമയത്തിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെ അപ്പോൾ അതിൽ പുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കണക്ഷനിലുള്ളതുകൊണ്ട് പിന്നെ പുള്ളിയുടെ അടിപൊളി അപ്പോഴിത്രയായിരുന്നില്ല. ശരത്തിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ പിക്ക് ചെയ്ത് കണ്ടുപിടിച്ചെടുത്തതാണ് ശരത്തിനെ. നമ്മളുടെ ആ സിനിമയ്ക്ക് ഒരു ആ സിനിമ ട്രിവാൻഡ്രത്ത് നടക്കുന്ന സിനിമ ആയത് കാരണം സ്ലാങ്ങും ലാംഗ്വേജും ഒക്കെ ആ ഒരു ഇതിൽ വരണം, ഒറിജിനാലിറ്റിയിൽ വരണം എന്നുള്ളത് ഇവിടെ നിന്നുള്ള ആൾക്കാരെ പിക്ക് ചെയ്തെടുത്താണ്. ഇപ്പോൾ അശ്വതി ചന്ദ് കിഷോർ ഹാഷറിൻ്റെ ഉമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പുള്ളിക്കാരി നമ്മൾ വരുന്ന സമയത്തിൽ അനുസരിച്ച് അമ്മയായിരുന്നു. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി പിക്ക് ചെയ്തതാണ്. അപ്പോൾ അവരുടെ പെർഫോമൻസ് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലായി അവർക്ക് ഈ റോൾ ചെയ്യാൻ പറ്റും. കാര്യം പെർഫോമേഴ്സ് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് ശരത്ത് അങ്ങനെ പെർഫോമർ ആയതുകൊണ്ട് നമ്മൾ അടുത്ത സിനിമയിൽ വന്നപ്പോൾ ഇങ്ങനെ ഇത് വന്നപ്പോൾ അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തു. അപ്പം നടന്നു പോകുന്നൊരു സാധനം ആയാലും അത് നന്നായി ചെയ്താലല്ലേ അത് അതിനൊരു ഇമ്പാക്റ്റ് കിട്ടുള്ളൂ ആ ഒരു സീനിന്. അപ്പം
അങ്ങനെ വെച്ചതാണ് പുള്ളിക്കാരനെ. ഈ സിനിമയിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മാറാണ്. ഞാൻ സിനിമ എനിക്ക് തോന്നുന്നു മേജർ പോർഷൻ ഞാൻ കവർ ചെയ്യാൻ തോന്നുന്നു. ആ. WBTS-ൽ എന്താണ് നടക്കുന്നത്? ഒരു പുതുമുഖത്തിന് വന്ന് സ്ക്രിപ്റ്റ് പിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ വിപിൻ്റെ സ്ക്രിപ്റ്റ് മാത്രമാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ പുതിയ ടാലൻസ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ് എങ്ങനെയാണ്? WBTS-ൽ വിപിൻ്റെ സിനിമകൾ അല്ല നടക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വിപിൻ്റെ സ്ക്രിപ്റ്റ് അല്ല നടക്കുന്നത്, വിപിൻ്റെ ഡയറക്ഷനും അല്ല. ഇത് രണ്ടും അവിടെ ഇല്ല. അത് ചെയ്യുന്നില്ല. നമ്മൾ പുതിയ ടാലൻസിൻ്റെ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ന്യൂ ഡെബ്യൂ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുക കഴിയുന്നത്, അല്ലെങ്കിൽ ഒരു വൺ ടൈം ഡയറക്ഷൻ ചെയ്ത ആൾക്കാരും അങ്ങനെ നമ്മൾ അങ്ങനെയാണ് നോക്കുന്നത്. ആസ് എ പ്രൊഡക്ഷൻ ഹൗസ് അതിനൊരു നല്ല ക്വാളിറ്റി ഫിലിംസ് പുറത്തിറക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അതിപ്പോൾ ഓട്ടോമാറ്റിക്കലി വാഴ ഫസ്റ്റിൽ WBTS ഉണ്ട്, അത് നല്ല സിനിമയായിരുന്നു. സെക്കൻഡ് മൂവി വ്യസന സമേതം ചെയ്തപ്പോഴും അതും ആര് കണ്ടാലും നല്ല സിനിമയാണ് എന്ന് പറയുന്ന, ഇപ്പം സൂപ്പർ ഹിറ്റിലോട്ട് പോയിട്ടില്ല, പക്ഷെ അത് അതിൻ്റെതായ മറ്റു കാരണങ്ങളാണ്. പക്ഷേ ആ സിനിമ കണ്ടവർക്കെല്ലാം ഇഷ്ടപ്പെടുകയും നല്ല നീറ്റായിട്ട് എക്സിക്യൂട്ടീവ് നല്ലൊരു അങ്ങനെ ഒരു സിനിമ വേറെ ചിലപ്പോൾ കമ്പയർ ചെയ്തപ്പോൾ ഉണ്ടാവില്ല. അപ്പം ഇപ്പം വാഴ 3 അടുത്ത് നോക്കുന്ന സിനിമയായാലും പുറത്തോട്ട് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആര് കണ്ടാലും ഒരു നല്ല സിനിമ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വരിക എന്നുള്ളതാണ്. അതിൻ്റെ അല്ലെങ്കിൽ കോടി കളക്ഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതല്ല നോക്കുന്നത്, നല്ലൊരു സിനിമയായിരിക്കണം. സക്സസ്ഫുൾ സിനിമ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഇതുവരെ ഉള്ളതെല്ലാം സക്സസ്ഫുൾ ആയിരുന്നു. അത് ബിസിനസ് വൈസ് ആയാലും അല്ലാത്ത രീതിയിലായാലും അഭിപ്രായം വൈസ് ആയാലും അങ്ങനെയായിരുന്നു. അപ്പോൾ അതാണ് നടക്കുന്നത്. പിന്നെ അവിടെ സ്റ്റോറി പിച്ച് ചെയ്യാൻ ഇപ്പം മെയിനായിട്ട് ഞാനാണ് ആദ്യം സ്റ്റോറി കേൾക്കുക. അപ്പം കഴിഞ്ഞ ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഒരുപാട് സ്റ്റോറികൾ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ കൂടെ വേറെ 2 പേരുണ്ട്, അഭിലാഷ് അജിത്ത് എന്ന് പറയുന്ന വേറെ 2 പേരുണ്ട്. അവർ കേൾക്കും. അവർ കേട്ടതിന് ശേഷം ചിലപ്പോൾ ഇത്രയും പേർക്ക് ഇഷ്ടപ്പെട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിലാണ് വേറൊരു അസോസിയേറ്റ് കേൾക്കുക. അയാൾക്ക് കൊണ്ട് ഓക്കെ ആകുമ്പോഴാണ് പിന്നെ വിപിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കുക പ്രോജക്റ്റ്. അതെ അതെ. കാര്യം അത് വേറൊന്നുമല്ല. ഇപ്പം ഞാൻ പറഞ്ഞ അഭിലാഷ് അജിത്ത് ഞങ്ങൾ മൂന്ന് തലങ്ങളിൽ വർക്ക് ചെയ്തിട്ട് വന്ന ആൾക്കാരാണ്. ഞാൻ മീഡിയ എക്സ്പീരിയൻസ് ഉണ്ട്, അഭിലാഷ് വേറൊരു ഫിനാൻസ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഞങ്ങളുടെ WBTS-ൻ്റെ ഫിനാൻസ് നോക്കുന്ന പുള്ളിയാണ്, ഫിനാൻസ് ഹെഡ് പുള്ളിയാണ്. അജിത്ത് വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ 3 ആൾക്കാരാകുമ്പോൾ നമ്മൾ ഈ ജനങ്ങളുടെ ഇതല്ലേ ഓഡിയൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ അല്ലാതെ സിനിമാക്കാരെ കൊണ്ട് കഥ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. സാധാരണക്കാർക്ക് ഇത് എങ്ങനെ തോന്നുന്നു. അപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ മറ്റേ ആൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം 3 പേർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവുമല്ലോ മിനിമം. പിന്നെ ഓക്കെ അസോസിയേറ്റ് കേൾക്കുമ്പോൾ അത് ഒരു സാധനം. പിന്നെ ഫൈനലി വിപിൻ കേൾക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു സിനിമാറ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ അത് തിയേറ്ററിൽ നിൽക്കുമോ, അല്ലെങ്കിൽ അത് എന്തായിരിക്കും അതിൻ്റെ ആ കഥയ്ക്കകത്തുള്ള എന്തെങ്കിലും വീക്ക് പോയിന്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളത് വിപിന്നായിരിക്കും അത് അറിയാൻ പറ്റുക ഫൈനലി. അപ്പം അങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടെ പോയിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുന്നത്. കാര്യം 100% നമ്മളുടെ വിഷൻ എന്ന് പറയുന്നത് ഒരു സിനിമ ചെയ്യുക, എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യുക എന്നുള്ളതല്ല. നല്ല സിനിമ ആയിരിക്കണം, ചെയ്യുന്ന സിനിമ നല്ലതായിരിക്കണം. അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ സിനിമ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ്, അപ്പം നമ്മുടെ ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് നല്ല സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചിലപ്പം പുതിയ ആൾക്കാരുടെ ആയിരിക്കാം, ആരുടെ ആയാലും നല്ല സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുക, ആ സ്ക്രിപ്റ്റിൽ വിശ്വസിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുന്നതാണ് പ്രൊഡ്യൂസറിൻ്റെ ജോലി. അതാണ് അതിൻ്റെ മെയിൻ ജോലി, സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുക. ബാക്കി ഇതൊക്കെ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതെ. അപ്പം ആസ് എ പ്രൊഡക്ഷൻ ഹൗസ് നമുക്ക് നമ്മുടെ അടുത്ത് വരുന്നത് നമ്മൾ സ്റ്റാറിൻ്റെ പുറകെ പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ പോകുന്നതിനേക്കാളും ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് ചൂസ് ചെയ്തിട്ട് പിന്നെ അതിന് ഏത് സ്റ്റാർ ആപ്റ്റ് ആണെന്ന് നോക്കി ആ സ്റ്റാറിൻ്റെ അടുത്ത് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായി. ഇപ്പം വാഴ 2-ന്റെ ഷൂട്ട് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ ടു ഏപ്രിൽ ആൾമോസ്റ്റ്. അത് ഷൂട്ട് കഴിഞ്ഞത് നവംബർ ഡിസംബർ കഴിഞ്ഞു. അതെ. അപ്പോൾ ഏപ്രിൽ ടു 1 ഇയർ ജേണി ഉണ്ട്. അതെ അതെ. 100 days പോകുന്ന ഫസ്റ്റ് ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ് ആയപ്പോൾ തന്നെ നമ്മൾ ഞാൻ അപ്പോഴും വ്യസന സമയത്ത് ഷൂട്ട് നടക്കുമ്പോഴാണ് ഇത് സ്ക്രിപ്റ്റിംഗ് നടക്കുന്നത്. അപ്പം അത് ജൂൺ ജൂലൈ ആ സമയത്താണ്. അപ്പം ഞങ്ങളത് നവംബറിൽ ഷൂട്ട് ട്രിവാൻഡ്രത്ത് നടക്കുമ്പോൾ സവിനും ടീം ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വർക്ക് തുടങ്ങി. അതെ അതെ. മീൻസ് അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് തുടങ്ങി. അപ്പം വിപിൻ്റെ അടുത്ത് ഡിസ്കഷൻ നടക്കുന്നു. അപ്പോഴേ ഫസ്റ്റ് ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ് ആയപ്പോൾ തന്നെ അന്ന് ഞങ്ങളുടെ കൂടെ ഹാരിസ് ദേശം നിൽക്കുന്നു. വിപിൻ പറയുന്നുണ്ട്, ഹാരിസിൻ്റെ അടുത്ത് പറഞ്ഞു ഇത് എങ്ങനെ പോയാലും 100 days ആവും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആദ്യം ഒന്ന് ഞെട്ടി, 100 days ആവും. അങ്ങനെ നമ്മൾ സിനിമകൾ അത്രയും വലിയ സിനിമയ്ക്കല്ല അങ്ങനെ. അപ്പോൾ 100 days ആവും. കാരണം അത്രത്തോളം വലിപ്പമുണ്ട് സീൻസും കഥയ്ക്കും ഒക്കെ. അങ്ങനെ ഒരുപാട് അവരുടെ കുട്ടിക്കാലം തൊട്ട് തുടങ്ങണമല്ലോ. അപ്പോൾ അത് പറയാതെ വഴിയില്ല. അപ്പോൾ 100 days ആവും എന്ന് പറഞ്ഞു. പക്ഷേ അത് എടുത്ത് വന്നപ്പോഴേക്കും പിന്നെ കാലാവസ്ഥ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ എല്ലാം കൂടെ ഒരു 115 days ഷൂട്ട് പോയി.
അപ്പോൾ തന്നെ പടം വലുതായി. അങ്ങനെയാണ് ഈ 13 കോടിയിലെത്തിയത്. അതെ 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 അതെ. ഇപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സന്തോഷ് ട്രോഫിയാണ് ഇപ്പോൾ അടുത്ത ഒരു കൊളാബറേഷൻ ആയിട്ട് അല്ലെങ്കിൽ വിപിൻ ദാസ് പൃഥ്വിരാജ് പ്രൊഡക്ഷനായിട്ട് നിൽക്കുന്നത്. അതെ 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 അതെ. മെയിനായിട്ട് ലിസ്റ്റിൻ മാജിക് ഫ്രെയിംസ് ആണ് അതിൻ്റെ മെയിൻ പ്രൊഡക്ഷൻ നോക്കുന്നത്. അത് അതെ അതാണ്. അല്ല, അത് വിപിൻ്റെ ഡയറക്ഷനിൽ വരുന്ന ആദ്യത്തെ പ്രൊജക്റ്റാണ്. അതിപ്പോൾ മെയ് എൻഡ് ജൂണിൽ സ്റ്റാർട്ട് ചെയ്യും. പുള്ളിയുടെ പൃഥ്വിയുടെ ഡേറ്റ് വരുന്നതനുസരിച്ചിട്ട് 10 days ഷൂട്ട് ആൾറെഡി ചെയ്തു. ഇനി ബാക്കി ഇനി ഫുൾ പുള്ളി വേണം. അപ്പം പുള്ളിയുടെ തിരക്ക് മറ്റ് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടല്ലോ. സിനിമ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, ഈ ഹാഷർ ടീമൊക്കെ ഇങ്ങോട്ട് കൊളാബ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടൊക്കെ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുക അങ്ങനത്തെ. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയൊന്നും എൻ്റെ അറിവിലില്ല. ഇല്ല ഇല്ല. അവിടെയും ഇതുപോലെ സോഷ്യൽ മീഡിയ താരങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ടോ? അല്ല, ഈ സന്തോഷ് ട്രോഫിയിലെ പ്രത്യേകത നിങ്ങൾ അറിഞ്ഞാണെന്ന് അറിയില്ല. അതെ, പൃഥ്വിരാജ് ഒഴിച്ച് ബാക്കി ഒരു മറ്റേ ജയജയയുടെ അമ്മയും കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പോൾ 60ഓളം പുതുമുഖങ്ങളുണ്ട്. 60 പുതുമുഖങ്ങൾ. അതെ അതെ. അപ്പോൾ അത് നല്ല കാര്യമായിട്ടുള്ള ഓഡിഷൻ നടത്തിയിട്ട് ആണ് എടുത്തിരിക്കുന്നത്. അടുത്ത് നമുക്ക് WPTSന്റെ പേരിൽ അടുത്ത ഫിലിം പ്രൊഡക്ഷൻ ചെയ്യാനുണ്ട്. അത് അടുത്ത സിനിമ ചെയ്യണമല്ലോ, നമുക്ക് ജോലി അതാണല്ലോ. സിനിമ അല്ല, വാഴ എപ്പോഴും ഒരു ഫ്രാഞ്ചൈസി വിൽ ആൾവേസ് ബി വിത്ത് ദിസ് ഇമാജിൻ സിഗ്നേച്ചർ. അതൊരു കൂട്ടായ്മയിലാണ്. ആ സാധനം ആ ഒരു ട്രാക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. WPTS വ്യസന സമേതം ചെയ്തതുപോലെ അടുത്ത പ്രൊജക്റ്റ് വീണ്ടും ചെയ്യും. ഇല്ല, അതിൻ്റെ സ്ക്രിപ്റ്റ് ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ തന്നെ വിപിൻ്റെ തന്നെ അസോസിയേറ്റ് ഒരു പുള്ളിയുണ്ട്. പുള്ളിയുടെ സ്ക്രിപ്റ്റ് നമ്മൾ ഫൈനലൈസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ ആർട്ടിസ്റ്റിനടുത്ത് പിച്ച് ചെയ്യണം. ആർട്ടിസ്റ്റ് ഓക്കെ പറയണം. ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് അത് കൺഫേം ആവത്തുള്ളൂ. അതിൻ്റെ ഡേറ്റ് സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞു. പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് അതിൻ്റേതായിട്ടുള്ള അറിയാലോ, ഫിലിമിനകത്ത് കൺഫർമേഷൻ തുടർന്നത് ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ ഡേറ്റും കാര്യങ്ങളും എല്ലാം പല സാഹചര്യം ഒത്തു വരണമല്ലോ. അങ്ങനെ നോക്കിയിട്ട് അത് കൺഫർമേഷൻ ആയിട്ട് എനിക്കൊന്നൊരു 1 or 2 months ചിലപ്പോൾ അനൗൺസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അഭിനയത്തിൽ തുടരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അങ്ങനെ ഇനി അഭിനയിക്കണമെന്ന് വിചാരിച്ചൊന്നും ഇരിക്കുന്നില്ല. കാര്യം ഇതിപ്പം ഈ ഒരു ലുക്കിലേക്ക് വന്നതുകൊണ്ടാണ്. അത് പിന്നെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വരുമ്പോൾ ഏകദേശം സെറ്റ് ആവുമല്ലോ കറക്റ്റായിട്ട്. പിന്നെ നമ്മളൊന്ന് ചെയ്താൽ മതി, അതങ്ങ് ഏകദേശം ആവും. അപ്പോൾ അങ്ങനെ അവിടെ ചെയ്തപ്പോഴും അതുപോലെ മനസ്സിലായ മറ്റൊരു കാര്യം, ഈ അഭിനയം അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നും മനസ്സിലായി. അത് നമുക്ക് പറ്റിയ പണിയല്ല എന്നതാണ് മനസ്സിലായി. അല്ല, പക്ഷെ നമുക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടണ്ടേ? എനിക്കത് കിട്ടിയിട്ടില്ല. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ പറയുമ്പോൾ ഓക്കെ നമ്മൾ എന്നാ ചെയ്തെന്ന് പറയുന്നത്. പക്ഷേ എനിക്കൊരു ഇപ്പോഴും സ്ക്രീനിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങനെ ആ സീൻ വരുമ്പോൾ എനിക്ക് ടെൻഷനാണ്. എൻ്റെ പോർഷൻ വരുമ്പോഴേക്കും കേൾക്കുമ്പോഴും എനിക്ക് ഓക്കെ അതൊരു സന്തോഷമുണ്ട്. പക്ഷേ എനിക്കെന്തോ ഞാൻ നന്നായി ചെയ്തതായിട്ട് തോന്നുന്നില്ല. സവിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സവിൻ പറഞ്ഞ ചേട്ടാ, സവിൻ എൻ്റെ അടുത്ത് റിലീസ് മുന്നേ പറയുന്നുണ്ട്, ചേട്ടൻ്റെ സീൻ അടിപൊളിയായിട്ട് വരും, ചേട്ടൻ നോക്കിക്കോ, ഇത് ഇറങ്ങി കഴിയുമ്പം ചേട്ടൻ്റെ അമ്മാതിരി കോൾസും കാര്യങ്ങളൊക്കെ വരും, അപ്രിസിയേഷൻ വരും എന്ന് അവൻ പറയുന്നത്. ഞാൻ വെച്ചാൽ അവൻ കളിയാക്കി പറയുന്നതാണ് വിചാരിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ ചേട്ടൻ തന്നെ പറഞ്ഞില്ലേ ഇതിങ്ങനെ വരുമെന്നുള്ളത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഞാൻ ആസ് എ ഡയറക്ടർ അവർക്കറിയാം എന്ത് നമ്മളിന്ന് എടുക്കണം എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അങ്ങനെ നാളെ സവിൻ വിളിച്ച് അടുത്ത സിനിമയിൽ സവിൻ ചേട്ടാ ഇങ്ങനെ ഒരു സാധനം ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ ധൈര്യത്തിൽ ചിലപ്പോൾ പോയി ചെയ്യും. കാര്യം ദേ വിൽ ടേക്ക് കെയർ ഓഫ് എന്നുള്ളൊരു അതെ എൻ്റെ നിന്ന് എന്താണ് വേണ്ടതെന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് ഇനി ആക്ട് ചെയ്യുമോ ഇല്ലെന്ന് എനിക്ക് അങ്ങനെ ഒരു ഐഡിയയും തീരുമാനമൊന്നുമില്ല. ഇതുവരെ സംഭവിച്ചതെല്ലാം ഓട്ടോമാറ്റിക്കലി സംഭവിച്ചതാണ്. അതെ, 2 കാര്യങ്ങൾ. ഒന്ന്, WBTSൽ നിന്നും നമ്മൾ സിനിമ ഫോളോ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ആ പ്രൊഡക്ഷൻ കമ്പനി ഭയങ്കര ഇഷ്ടമാണ്. ഫോളോ ചെയ്യാറുണ്ട്. പ്രൊഡക്ഷൻ കമ്പനി ഒരു വിശ്വാസ്യത. രണ്ടാമത് അഭിനയിക്കുകയാണെങ്കിൽ അഭിനയിക്കുക. നോക്കാം. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.